നമസ്കാരം. നമ്മള് സമുദ്രങ്ങളെ കുറിച്ചല്ലേ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോ ഇന്ന് കുറച്ച് കൺഫ്യൂഷൻ ഉള്ള കുറെ വാക്കുകളൊക്കെ ഉണ്ട്. അപ്പൊ അതൊന്ന് കൺഫ്യൂഷൻ മാറ്റിയെടുക്കാൻ നമ്മൾ ശ്രമിക്കുന്നത്. ശരിക്കും ഇന്ന് പഠിക്കാൻ പോകുന്നത് മാർജിനൽ സി എന്ന് പറഞ്ഞ ഭാഗമാണ്. മാർജിനൽ സി വിച്ച് മീൻസ് എന്താ പറയാ, നമ്മുടെ കരയിലേക്ക് കയറി കിടക്കുന്ന സമുദ്രത്തിന്റെ പല ഭാഗങ്ങളുണ്ട്. അത് പല പേരിൽ അറിയപ്പെടുക. ചില ഭാഗത്തെ നമ്മൾ കടൽ എന്ന് വിളിക്കും, ചിലതിനെ നമ്മൾ ഉൾക്കടൽ എന്നായിരിക്കും വിളിക്കുക, ചിലതിനെ നമ്മൾ ഗൾഫ് എന്നൊക്കെ വിളിക്കാറുണ്ട്, ചിലത് കടലിടുക്ക്, അങ്ങനെ പല പേരുകളിൽ വിളിക്കാറുണ്ട്. ഇതൊക്കെ ആരാണ്, എന്താണ് പ്രത്യേകത, ഇതിന് എക്സാമ്പിൾ എന്താണ്, ഈ ഓരോ ആൾക്കാരും നമ്മുടെ ഭൂമിയിൽ എവിടെയാണ് കാണപ്പെടുന്നത്, അങ്ങനെ മാപ്പൊക്കെ വെച്ച് നമ്മളൊന്ന് തറവായിട്ട് നോക്കാൻ പോവാണ്. ഇതുപോലെ തന്നെ ഈ സമുദ്രത്തിലേക്ക് കയറി കിടക്കുന്ന അല്ലെങ്കിൽ കടലിലേക്ക് കയറി കിടക്കുന്ന കരയുടെ കുറെ ഭാഗങ്ങളും ഉണ്ട്, അല്ലെങ്കിൽ കരഭാഗങ്ങളും ഉണ്ട്. ദ്വീപുകൾ എന്നൊക്കെ നമ്മൾ വിളിക്കാറുണ്ട്, അല്ലെങ്കിൽ ഉപദ്വീപുകൾ എന്ന് വിളിക്കാറുണ്ട്, കരയിടുക്ക് എന്ന് വിളിക്കാറുണ്ട്. ഇങ്ങനെ കുറച്ച് ആൾക്കാരുണ്ട്. അതും കൂടെ എന്താണ് നമ്മൾ നോക്കി പോവാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകരുതല്ലോ. അപ്പൊ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോവാം. വെൽക്കം ടു ടാലന്റ് അക്കാഡമി. നോക്കിയോടോ മക്കളെ, നിങ്ങൾക്ക് ഇവിടെ കുറെ പേരുകൾ കാണാം. ഇത് ശരിക്കും നമ്മളെ ആദ്യം ക്ലാസ് നമ്മൾ പഠിച്ചു പോകുന്ന രീതിയിൽ തന്നെ ഇങ്ങോട്ട് പോവാ. ഉത്തരങ്ങൾ ആദ്യം ഞാൻ നിങ്ങളെ കാണിച്ചു തരികയാണ്, പിന്നെ ചോദ്യങ്ങളിലേക്ക് പോവാ. ചോദ്യം ഞാൻ പറയുന്നു, നിങ്ങൾ ഈ കാണുന്ന ഓപ്ഷൻസ് ഇതെല്ലാം ഉത്തരങ്ങളാണ്. ഇതിന്റെ അകത്ത് ഓരോ ചോദ്യത്തിനും ശരിയായ ഉത്തരം സെലക്ട് ചെയ്തിട്ട് പറഞ്ഞുകൊള്ളുക. ചുമ്മാ പറഞ്ഞു നോക്കുക, ശരിയായ ലോട്ടറി ഇല്ലെങ്കിൽ പോട്ടെ, എത്രേ ഉള്ളൂ. സിമ്പിൾ കാര്യങ്ങളാണ് കൊടുത്തേക്കുന്നത്, വേറെ ഒന്നുമില്ല. നമുക്ക് ഓരോന്നും അങ്ങോട്ട് തുടങ്ങാം. അപ്പൊ ശ്രദ്ധിച്ചോ. ഒന്ന്, നമ്മുടെ ഈ കടലില് അല്ലെങ്കിൽ സമുദ്രത്തിൽ കാണപ്പെടുന്ന 4 ഭാഗവും വെള്ളത്താൽ ചുറ്റപ്പെട്ട കരഭാഗത്തെ വിളിക്കുന്ന പേരെന്താണ്? 4 ഭാഗവും അതിന്റെ ഫുള്ള് സൈഡുകൾ ചുറ്റപ്പെട്ടേക്കുന്ന വെള്ളമായിട്ടായിരിക്കും, അല്ലെങ്കിൽ ഇങ്ങനെ ചുറ്റപ്പെട്ട് കിടക്കുമായിരിക്കും. ഇതിനെ വിളിക്കുന്ന പേരെന്താ? സിമ്പിൾ, നമുക്ക് പറയാലോ. ഇതിന് നമ്മൾ ദ്വീപ് എന്നാ വിളിക്കുക. ദ്വീപ് അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ എന്തോന്ന് വിളിക്കും? ഐലൻഡ് എന്ന് വിളിക്കും. ഓക്കെ. ഇനി 3 സൈഡാണ് ചുറ്റപ്പെട്ടെങ്കിലോ? 4 സൈഡാണെങ്കിൽ ദ്വീപ്. ഓക്കെ. 3 സൈഡാണ് ചുറ്റപ്പെട്ടിട്ടെങ്കിൽ നമ്മൾ ഉപദ്വീപ് എന്നായിരിക്കും വിളിക്കുക. അപ്പൊ 3 സൈഡ് ചുറ്റപ്പെട്ടാൽ ഉപദ്വീപ്, 4 സൈഡും ആണെങ്കിൽ നമുക്ക് ദ്വീപ് എന്ന് വിളിക്കാം. ഉപദ്വീപിന്റെ ഇംഗ്ലീഷ് എന്താ? ഇതിനെ വിളിക്കുന്ന പെനിൻസുല എന്നാണ് കേട്ടോ. പെനിൻസുല എന്ന് വിളിക്കും. പെനിൻസുല ഉപദ്വീപിന്റെ ശരിക്കുള്ള ഇംഗ്ലീഷ് വേർഡാണ്. ഇപ്പൊ 2 കാര്യം പഠിച്ചു. ഇത് രണ്ടും ശരിക്കും കരഭാഗങ്ങളാണ്. ഇനി കടലിന്റെ കുറച്ച് ഭാഗങ്ങൾ നമ്മൾ നോക്കാൻ പോകുന്നത്. സിമ്പിൾ ഡെഫിനിഷൻ വെച്ചിട്ട് പറയുകയാണെങ്കിൽ, കരയുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന, കരയുമായിട്ട് ബന്ധമുള്ള സമുദ്രത്തിന്റെ ഭാഗം, കുറച്ച് വലിയ ഭാഗം എന്ന് വേണമെങ്കിൽ പറയാം. ആ വലിയ പോർഷൻ നമ്മൾ വിളിക്കുന്ന പേര് കടൽ എന്നായിരിക്കും. അതായത് കര അതിർത്തിയുള്ള സമുദ്രഭാഗത്തെ സാധാരണ വിശേഷിപ്പിക്കുന്ന പേര് കടൽ എന്നാണ്. ഒന്നുകൂടെ പറയാണ്, കര അതിർത്തിയുള്ള സമുദ്രഭാഗത്തെ നമുക്ക് കടൽ എന്ന് വിളിക്കാം. പക്ഷെ എല്ലായ്പ്പോഴും ഈ ഡെഫിനിഷൻ കറക്റ്റ് ആയെന്നും വരത്തില്ല. ഇതിന് എക്സെപ്ഷൻ ആയിട്ടുള്ള ഒരാളാണ് സർഗാസോ കടൽ എന്ന് പറയും. സർഗാസോ കടൽ നിങ്ങൾ ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവും, സർഗാസോ സീ. ഈ സർഗാസോ കടൽ എന്ന് പറയുന്നത് നമ്മുടെ അറ്റ്ലാന്റിക് സമുദ്രത്തിലെ ഒരു കടലാണ്. അറ്റ്ലാന്റിക് സമുദ്രത്തില് കരയുമായിട്ട് യാതൊരു അതിർത്തി ഇല്ലാത്തൊരു കടലാണ്. സാധാരണ കടൽ എന്ന് പറഞ്ഞാൽ കടൽ തീരം ഉണ്ടാവുമല്ലോ. അങ്ങനെ കടൽ തീരമില്ലാത്ത സമുദ്രത്താൽ ചുറ്റപ്പെട്ട അല്ലെങ്കിൽ വെള്ളത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു കടലാണ് ഈ പറയുന്ന സർഗാസോ കടൽ. കാര്യം വേറെ ഒന്നുമില്ല, ഇവിടെ ഒരു സീവീഡിന്റെ പ്രസൻസ് ഉണ്ട്. സർഗാസം എന്ന് പറഞ്ഞ എന്താ പറഞ്ഞ ഒരു ഓർഗാനിസംസിന്റെ പ്രസൻസ് ഉണ്ട്. അപ്പൊ ഇവര് ഉള്ളത് കൊണ്ട് ഇതിന്റെ കളർ കുറെയൊക്കെ ഈ സമുദ്രത്തിന്റെ മാറിയായിരിക്കും കിടക്കുന്നത്. അപ്പൊ ഇവരുള്ള അത്രയും ഭാഗത്തെ ആ ഒരു കളറൊക്കെ മാറി കിടക്കുന്ന ആ ഓഷ്യനെ നമ്മൾ സർഗാസോ കടൽ എന്നാണ് വിശേഷിപ്പിക്കാറ്. എവിടെയാന്നൊക്കെ കാണിച്ചു തന്നോളാം. അപ്പൊ കടൽ ഓക്കെ. പിന്നെ പറയാനുള്ള ആൾക്കാരതാ, നോക്കിക്കേ, ശ്രദ്ധിച്ചു കേൾക്കണം. കരയിലേക്ക് കയറി കിടക്കുന്ന സമുദ്രഭാഗം അല്ലെ കടലിന്റെ ഭാഗം, ഈ കരയിലേക്ക് കയറി കിടക്കുന്ന സമുദ്രത്തിന്റെ ഭാഗം നല്ല പോലെ ഇടുങ്ങിയതാണെങ്കിൽ, നല്ല ഇടുങ്ങിയ എൻട്രൻസ് ആണെങ്കിൽ എന്ന് വിചാരിച്ചോളുക. അപ്പോ ഇതൊരു കരയാണെന്ന് വിചാരിച്ചോളുക. ഇതൊരു കരയാണ്, ഇതിന്റെ ഇപ്പുറത്തെ ഇവിടെയുള്ളത് ഒരു കരയാണ്. അപ്പൊ ഇത് രണ്ടും ഇങ്ങനെ മുട്ടിക്കിടക്കണം. ഇത് വെച്ചാൽ ബോർഡർ ഇങ്ങനെ ലോക്ക്ഡ് ആണെന്ന് വിചാരിച്ചോ. അപ്പൊ ഈ കാണുന്ന, നിങ്ങൾ കാണുന്ന ലാൻഡ് ആണ്, ഇതും ലാൻഡ് ആണെന്ന് കരുതുക. ഇത് ഇങ്ങോട്ട് കയറിയിരിക്കുന്ന ഇത് ശരിക്കും സീ ആണ്, ഇത് കടലാണെന്നും കരുതുക. അപ്പൊ ഇങ്ങോട്ട് കയറി കിടക്കുന്ന ഈ ഭാഗം എന്ന് പറയുന്നത്, ഇങ്ങോട്ട് കയറിയിരിക്കുന്ന ഈ ഭാഗം നല്ലപോലെ ഇടുങ്ങിയ ഒരു എൻട്രൻസ് ഉള്ള ഭാഗമാണ്. ഇങ്ങനെ കയറി കിടക്കുന്നതിന് നമ്മൾ സാധാരണ വിശേഷിപ്പിക്കുന്ന പേര് എന്താണെന്നറിയോ? അതായത് കരയിലേക്ക് ജലം കയറി കിടക്കുന്നു, അത് ഇടുങ്ങിയതാണെങ്കിൽ, ഒത്തിരി ബ്രോഡ് അല്ലാത്തൊരു ഇൻലെറ്റ് ആണ് അല്ലെങ്കിൽ കയറുന്ന ഭാഗമാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരെന്താ? അത് നമ്മൾ ഗൾഫ് എന്ന് വിശേഷിപ്പിക്കാറുണ്ട്. ഗൾഫ്. അപ്പൊ ഇതുപോലെ കരയിലേക്ക് കുറച്ച് അധികം ഇടുങ്ങി കയറി കിടക്കുന്ന കടലിന്റെ ഇഷ്ടംപോലെ ഭാഗങ്ങൾ നമുക്ക് കാണാൻ പറ്റും. അതിനെ മിക്കവാറും വിളിക്കുന്ന പേര് ഗൾഫ് എന്നായിരിക്കും. അപ്പൊ ഗൾഫ് നമ്മൾ മനസ്സിലാക്കി. അടുത്തയാള്, ഈ കരയിലേക്ക് കയറി കിടക്കുന്നത് ഇതുപോലെ ഇടുങ്ങിയ എൻട്രൻസ് അല്ല, അത് കുറച്ചുകൂടെ വൈഡർ, ഒരു സെമി സർക്കിൾ ഒക്കെ ഉണ്ടാക്കുമെന്ന് വിചാരിച്ചോളുക. അപ്പൊ ഇങ്ങനെ ഇത് സീ ആണ്, ഈ ഭാഗം സീ ആണെന്ന് വിചാരിക്കുക. ബാക്കി നിങ്ങൾ ഈ സൈഡിലൊക്കെ കാണുന്ന ഇത് ലാൻഡ് ആണെന്ന് വിചാരിച്ചോളുക. ഇതൊക്കെ ലാൻഡ് ആണ്.
അപ്പൊ ഇങ്ങനെ കയറി ഒരു സെമി സർക്കിൾ പോലെ അല്ലെങ്കിൽ ഇത്ര വൈഡർ ആയിട്ടുള്ള എൻട്രൻസ്, ഇത് നല്ല ഗ്യാപ്പ് ഉണ്ടല്ലോ ഈ എൻട്രൻസിന്, ഇവിടെ പറഞ്ഞ ഗ്യാപ്പ് തീർത്തും കുറവാണ്. അപ്പൊ ഇങ്ങനെ നല്ല ഗ്യാപ്പ് ഉള്ള ഈ വൈഡർ ആയിട്ടുള്ള എൻട്രൻസ് ഉള്ള ഒരു സെമി സർക്കിൾ ഒക്കെ ഫോം ചെയ്യുന്ന ഏകദേശമൊക്കെ, അപ്പൊ അങ്ങനെ കാണുന്ന ആൾക്കാരെയൊക്കെ നമ്മൾ വിളിക്കുന്ന പേരാണ്, പറഞ്ഞോടാ മക്കളെ, അതിനെ വിളിക്കുന്ന പേര് ഉൾക്കടൽ എന്നാണ്. ഇതിനെ ഉൾക്കടൽ നമ്മൾ വിളിക്കും. ഉൾക്കടലിന് ഇംഗ്ലീഷ് എന്താ? ഇതിനെ ബേ എന്നാട്ട വിളിക്കുക, ബേ എന്നാ വിളിക്കുക. ഗൾഫ് ഗൾഫ് എന്ന് തന്നെയാണ് നമ്മൾ ഇംഗ്ലീഷിലും പറയാ. ഇനി ഉൾക്കടലിനെ ബേ എന്നാ വിളിക്കുക. നമ്മൾ കുറെ കേട്ടിട്ടുണ്ടാവും ബേ വെച്ചിട്ട്, ബേ ഓഫ് ബംഗാളൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന എക്സാമ്പിൾ ആണ്. എല്ലാത്തിന്റെ എക്സാമ്പിൾ നമ്മൾ നോക്കും കേട്ടോ, അടുത്ത മാപ്പൊക്കെ കണ്ട് നമ്മൾ പഠിക്കും. ഓക്കെ, ഇനി നമുക്ക് നോക്കാം. ഇനി എക്സാമ്പിൾ ഉണ്ടല്ലോ, ഓപ്ഷൻസ് ഉണ്ട്, എക്സാമ്പിൾ അല്ല, ഇതിനോട് ആൻസേഴ്സ് എടുക്കണ്ട, നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. ശ്രദ്ധിച്ചു കേൾക്കണം. രണ്ട് സമുദ്രഭാഗങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന, അല്ലെങ്കിൽ രണ്ട് കടൽ ഭാഗങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന, അല്ലെങ്കിൽ രണ്ട് കടലിനെ ബന്ധിപ്പിക്കുന്ന, അല്ലെങ്കിൽ രണ്ട് വലിയ വാട്ടർ ബോഡീസിനെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു ചെറിയ വാട്ടർ ബോഡി. ഞാൻ ചുമ്മാ ഒന്ന് വരയ്ക്കുകയാണെങ്കിൽ നോക്കിക്കോടാ മക്കളെ. ഈ കാണുന്നത് ഇത് കരയാണ്, ഇത് ലാൻഡ്, ഇത് ലാൻഡാണ്. ഈ കാണുന്നതും കരയാണ്. ഈ കാണുന്ന ഒരു കടലാന്ന് വിചാരിച്ചു, അതിനെ C1 എന്ന് ഞാൻ കൊടുക്കുകയാണ്, താഴെയുള്ളതിനെ C2 എന്നും കൊടുക്കുകയാണ്. ഈ രണ്ട് കടലിനെ പരസ്പരം ബന്ധിപ്പിക്കുന്ന ഇങ്ങനെ നാരോ ആയിട്ടുള്ള ഒരു വാട്ടർ വേ ഉണ്ടെങ്കിൽ, രണ്ട് കടൽ ഭാഗങ്ങളെ അല്ലെങ്കിൽ വലിയ വാട്ടർ ബോഡിയെ പരസ്പരം ബന്ധിപ്പിക്കുന്ന ഇടുങ്ങിയ കടൽ ഭാഗത്തെ വിളിക്കുന്ന പേരാണ്, ഇടുങ്ങിയ കടൽ ഭാഗത്തെ വിളിക്കുകയാണ്, അതിനെ നമ്മൾ എന്തെന്ന് വിളിക്കും? അതിനെ കടലിടുക്ക് എന്ന് വിളിക്കും. അതിനെ വിളിക്കുന്ന പേര് കടലിടുക്കെന്നാണ്. ഇംഗ്ലീഷിൽ ഇതിനെ സ്ട്രെയിറ്റ് എന്ന് വിളിക്കും, സ്ട്രെയിറ്റ്. ഓക്കെ, അപ്പൊ ഒന്നുകൂടെ പറഞ്ഞുതരാം. രണ്ട് സമുദ്രഭാഗങ്ങളെ അല്ലെങ്കിൽ രണ്ട് കടലിനെ അല്ലെങ്കിൽ രണ്ട് വലിയ വാട്ടർ ബോഡീസിനെ പരസ്പരം ബന്ധിപ്പിക്കുന്ന ഇടുങ്ങിയ കടലിന്റെ ഭാഗമാണ് അല്ലെങ്കിൽ വാട്ടർ വേ ആണ്, ജലഭാഗമാണ് എന്തെന്ന് വിളിക്കുന്നത്? കടലിടുക്ക് അല്ലെങ്കിൽ സ്ട്രെയിറ്റ് എന്ന് വിളിക്കുന്നത്. മറ്റൊരാളുടെ മാറിപ്പോകരുത്. ഇതിന് ഓപ്പോസിറ്റ് ആയിട്ട് നമുക്ക് ഇങ്ങനെ ചിന്തിക്കാം. രണ്ട് വലിയ കരഭാഗമുണ്ട്, അപ്പൊ ഇതൊരു ലാൻഡ് ആണെന്ന് കരുതിക്കോളൂ. ഇവിടെ രണ്ട് വലിയ ഒരു കരഭാഗം ഉണ്ടെന്ന് വിചാരിച്ചോളൂ, അപ്പൊ ഇതും ലാൻഡ് ആണെന്ന് കരുതുക. ഈ രണ്ട് ലാൻഡിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു നാരോ സ്ട്രിപ്പ് ഉണ്ടെന്ന് വിചാരിച്ചോളൂ, ഒരു നാരോ സ്ട്രിപ്പ്. അത് കരഭാഗമാണ്. ഇത് കര വെച്ചിട്ട് തന്നെ പരസ്പരം ബന്ധിപ്പിച്ചേക്കുക. അതിന്റെ ഇപ്പറയോ ഇവിടെ വേറെ സീ ഉണ്ടാവും, ഇവിടെ വേറെ സീ ഉണ്ടാവും. അപ്പൊ ഇത് ശരിക്കും എന്തിനെയാ ബന്ധിപ്പിക്കുന്നത്? രണ്ട് വലിയ ലാൻഡ് മാസിനെ ബന്ധിപ്പിക്കുന്ന ആളാണ്. ഇതിനെ നമുക്ക് എന്തെന്ന് വിളിക്കാൻ പറ്റും? ഇതിനെ വിളിക്കാൻ പറ്റുന്ന ഒറ്റ ഓപ്ഷനുകളെ ബാലൻസ് ഉള്ളൂ, പറ. അതിനെ വിളിക്കുന്ന പേരെന്താ? ഇതിനെ നമുക്ക് കരയിടുക്ക് എന്ന് വിളിക്കാം. അത് കരയിടുക്കാണ്. കരയിടുക്കിന്റെ ഇംഗ്ലീഷ് ഇസ്മസ് എന്നാണ്, നമ്മൾ ഇസ്തമസ് എന്ന് വിളിക്കും. ഓക്കെ, ഇസ്തമസ് എന്നോ ഇസ്മസ് എന്നൊക്കെ വിളിക്കാറുണ്ട്. അപ്പൊ ഇത് ഒന്ന് ഓർത്തിരിക്കേണ്ട കേസാണ്, മാറിപ്പോകരുത്. കരയിടുക്കും കടലിടുക്കും. കടലിടുക്കിന്റെ ആദ്യത്തെ വാക്കെന്ന് പറയുന്ന കടലാണ്. അപ്പൊ നിങ്ങൾ എന്ത് വിചാരിക്കണം? രണ്ട് കടലിനെ പരസ്പരം ബന്ധിപ്പിക്കുന്ന ആളാണെന്ന് വിചാരിച്ചോളുക. കടലിനെ ബന്ധിപ്പിക്കണമെങ്കിൽ അതൊരു വാട്ടർ ബോഡി ആയിരിക്കണം, നാരോ വാട്ടർ ബോഡിയാ. കരയിടുക്കിന്റെ കേസിൽ ആദ്യത്തെ വാക്ക് കര എന്നാണ്. അപ്പൊ പരസ്പരം ബന്ധിപ്പിക്കുന്ന ആരെയാണ്? കരകളെയാണ് ബന്ധിപ്പിക്കുക. അപ്പൊ കരകളെ ബന്ധിപ്പിക്കുന്ന ആള് കരയിടുക്കും, കടലിനെ ബന്ധിപ്പിക്കുന്ന ആള് കടലിടുക്കുമാണ്. ഓർത്തോളുക. വേണമെങ്കിൽ ഇങ്ങനെയും ചോദിക്കാലോ, കടലിടുക്ക് എന്തിനെ വേർതിരിക്കുന്നു എന്ന് ചോദിച്ചാൽ രണ്ട് ലാൻഡ് ഭാഗങ്ങളെ, ഇല്ലേ, രണ്ട് കരഭാഗങ്ങളെ വേർതിരിക്കുന്നു. തെറ്റിപ്പോതെ ഒന്നുകൂടെ ഓർത്തേ. കരയിടുക്ക് എന്തിനെയാണ് വേർതിരിക്കുക? കരയിടുക്ക് വേർതിരിക്കുന്നത് രണ്ട് കരഭാഗങ്ങളാണോ? രണ്ട് കടൽ ഭാഗങ്ങളെ ആയിരിക്കും, രണ്ട് സീയെ ആയിരിക്കും, അല്ലെങ്കിൽ രണ്ട് ഓഷ്യനെ ആയിരിക്കും വേർതിരിക്കുന്നത് നമുക്ക് പറയാൻ പറ്റും. മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ, ഇപ്പൊ കുറച്ച് ആൾക്കാർ നമ്മളിവിടെ പഠിച്ചു, കുത്തി വരച്ച് കുളമാക്കിയില്ലടാ. നോക്കിക്കോ, ഒന്നുകൂടെ ചുമ്മാ ഒന്ന് പറഞ്ഞു തരുവാണ്, എന്നിട്ട് ഓരോരുത്തർക്കും എക്സാമ്പിൾ ഒക്കെ വെച്ചിട്ട് നമ്മൾ നോക്കാം. ഇപ്പൊ കടൽ എന്ന് പറഞ്ഞ എന്താന്ന് ഞാൻ പറഞ്ഞായിരുന്നു. കടൽ എന്താ? കര അതിർത്തിയുള്ള സമുദ്രഭാഗത്തെ പൊതുവെ വിളിക്കാം. കര അതിർത്തി ഇല്ലാത്ത ഒരാളുണ്ടെന്ന് പറഞ്ഞു, അതിന്റെ പേര് സർഗാസോ കടൽ. കടലിടുക്ക് ആരെയൊക്കെ ബന്ധിപ്പിക്കും? രണ്ട് കടൽ ഭാഗങ്ങളെ ബന്ധിപ്പിക്കും. ഇനി ദ്വീപ് എന്ന് പറഞ്ഞാൽ ആരാ? നാല് വശവും വെള്ളത്താൽ ചുറ്റപ്പെട്ടിരിക്കുന്ന കരഭാഗമാണ്. ഗൾഫ് എന്ന് പറഞ്ഞാൽ ആരാ? നമ്മുടെ സമുദ്രത്തിന്റെ അല്ലെങ്കിൽ കടലിന്റെ ഭാഗം അത് കരയിലേക്ക് കയറി കിടക്കുകയാണ്. അതിന് ഒരു ഇടുങ്ങിയ എൻട്രൻസ് ആണെങ്കിൽ, ഒരു നാരോ എൻട്രൻസ് ആണെങ്കിൽ അതിനെ നമ്മൾ ഗൾഫ് എന്ന് വിളിക്കും. ഏറെക്കുറെ, എപ്പോഴും ശരിയാവണം എന്നുമില്ല. പിന്നെ ഉപദ്വീപ്. ഉപദ്വീപ് എന്ന് പറഞ്ഞ ദ്വീപ് 4 സൈഡ് കവർ ചെയ്യുകയാണെങ്കിൽ ഉപദ്വീപ് 3 സൈഡ് ആയിരിക്കും കവർ ചെയ്യുക. ഉൾക്കടൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഗൾഫ് പോലെയൊക്കെ തന്നെയാണ്, പക്ഷെ ആൾക്ക് വൈഡർ ആയിട്ടുള്ള എൻട്രൻസ് ആയിരിക്കും. ഒരു സെമി സർക്കുലർ ഷേപ്പ് ഒക്കെ ഉണ്ടാക്കാനുള്ള ചാൻസ് ഉൾക്കടലിനുണ്ട്. കരയിടുക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? ആരെ ബന്ധിപ്പിക്കും? കര. രണ്ട് കരഭാഗങ്ങളെ ബന്ധിപ്പിക്കുന്ന ആളായിരിക്കും കരയിടുക്ക്. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി ഓരോന്നിനും നമുക്ക് എക്സാമ്പിൾ നോക്കാം. അപ്പൊ നേരെ നമുക്ക് മാപ്പിലേക്ക് പോവാം. മാപ്പ് ഉണ്ട് തന്നെ വേണം പഠിക്കാനായിട്ട്. ഓക്കേടാ, നോക്കിയോ, നിങ്ങൾക്ക് ഇവിടെ മാപ്പ് കാണാമല്ലോ.
നമുക്ക് ഇതിന്റെ അകത്ത് കുറച്ച് കാര്യങ്ങൾ പഠിക്കാം. ആദ്യം പഠിക്കാൻ പോകുന്നത് ദ്വീപുകൾ. ആ ദ്വീപുകളുടെ കാര്യമല്ലേ നമ്മൾ ആദ്യം പറഞ്ഞത്. അപ്പൊ ദ്വീപുകളുടെ കുറച്ച് കാര്യം നോക്കാം. കുറച്ച് ദ്വീപിനെ ഐഡന്റിഫൈ ചെയ്താൽ മതി. കുറച്ച് എക്സാമ്പിൾ ആണ്. നമുക്ക് തുടങ്ങാം. ഇന്ത്യ നിങ്ങൾക്ക് ഇവിടെ കാണാലോ. ഇന്ത്യയുടെ തൊട്ട് താഴെയുള്ള ചെറിയ ത്രികോണം പോലെ തോന്നിക്കുന്ന ഇയാൾ ആരാ? ദ്വീപിന്റെ പെർഫെക്റ്റ് എക്സാമ്പിൾ ആയിട്ട് പറയാമല്ലോ. ശ്രീലങ്ക. ശരി ഉത്തരവാടാ, ശ്രീലങ്ക. നമുക്ക് കുറെ ദ്വീപുകൾ തപ്പിപ്പോവാം. പിന്നെ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ഈ പറഞ്ഞ ഇന്ത്യൻ ഓഷ്യനിൽ തന്നെ ഇവിടെ കാണുന്ന ഒരു വലിയ ദ്വീപുണ്ടല്ലോ, ഇതിന്റെ പേരെന്താണ്? മഡഗാസ്കർ. അപ്പൊ മഡഗാസ്കർ ദ്വീപാണ്. ശരി. നേരത്തെ തൊട്ട് നമ്മൾ കേൾക്കുന്ന മഡഗാസ്കർ, മറ്റേ കുറെ ഗവേഷണങ്ങളും അതും ഇതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് മഡഗാസ്കറും ഗാലപ്പഗോസ് ഒക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. പിന്നെ പറയാനുള്ളത് ഇങ്ങോട്ട് പോരെ, ഓസ്ട്രേലിയ ഉണ്ടോ നിങ്ങൾ? ഓസ്ട്രേലിയയുടെ താഴത്തോട്ട് നോക്കി ഇവിടെ ഒരാളുണ്ടല്ലോ, ഈ ദ്വീപ സമൂഹം ഇത്ര നീണ്ടു കിടക്കുന്ന ഒരു 1-2 ദ്വീപുള്ള, ഇതിനെ വിളിക്കുന്ന പേരെന്താ? പറ. ഇതാണ് നമ്മുടെ ന്യൂസിലാൻഡ്. കറുത്ത ജേഴ്സി ഒക്കെ ഇട്ട് ക്രിക്കറ്റ് കളിക്കാൻ വരുന്നത് നമ്മുടെ കീവീസ് എന്നൊക്കെ വിളിക്കുന്ന ആൾക്കാരില്ലേ. അപ്പൊ ന്യൂസിലാൻഡ് ഈ കാണുന്നതാണ്. പിന്നെ പറയുകയാണെങ്കിൽ നിങ്ങൾ ഈ കാണുന്നതുണ്ടോ, ഇവിടെ കുറച്ച് ദ്വീപ സമൂഹമാണ്. ഇതിനെ നമ്മൾ ആർക്കിപെലഗോ എന്നൊക്കെ വിളിക്കാറുണ്ട്. ഈ കാണുന്ന ഇദ്ദേഹത്തെ നമുക്ക് ഇന്തോനേഷ്യ എന്ന് വിളിക്കാം. ഇന്തോനേഷ്യ കുറെ ദ്വീപ സമൂഹത്തിന് എക്സാമ്പിൾ ആയിട്ട് പറയുന്നതാണ് ഇന്തോനേഷ്യ. ഇതിന്റെ അകത്ത് ഈ കാണുന്ന ആളെ കണ്ടോ, ഇതിനെ നമ്മൾ സുമാത്ര എന്ന് വിളിക്കും. ഭൂകമ്പമൊക്കെ ഉണ്ടാക്കുന്നൊക്കെ നമ്മൾ ഉണ്ടാവുന്ന ഒരു സ്ഥലമാണ് സുമാത്ര. അതിന്റെ താഴെയുള്ളതാണ് ജാവ എന്ന് പറയുന്ന ഭാഗം. അതൊക്കെ ദ്വീപിന് എക്സാമ്പിളാ. പിന്നെ ജപ്പാൻ എന്ന് പറഞ്ഞൊരു ദ്വീപ്. എവിടെയാണോ ജപ്പാൻ? ഈ കാണുന്നുണ്ടോ, ഈ വരച്ചേക്കുന്ന ജപ്പാനാണ്. ജപ്പാൻ. അപ്പൊ ജപ്പാൻ ഒരു ദ്വീപിന് എക്സാമ്പിൾ ആയിട്ട് നമുക്ക് ഇവിടെ പറയാൻ പറ്റും. ഇനി കുറച്ച് നമുക്ക് ഇങ്ങോട്ട് പോകാം. ഇന്ത്യൻ ഓഷ്യനും വിട്ടു നമ്മുടെ വെസ്റ്റ് പസഫിക്കും വിട്ടിട്ട് കുറച്ച് ലെഫ്റ്റ് സൈഡിലേക്ക് ഇങ്ങോട്ട് പോന്നു കഴിഞ്ഞാൽ ഈ കാണുന്ന ആളല്ലടാ ഏറ്റവും വലിയ ദ്വീപ് എന്ന് പറയുന്ന മക്കളെ. ഏറ്റവും വലിയ ദ്വീപ് ഏതാ? ഗ്രീൻലാൻഡ്. അപ്പൊ ലോകത്തിലെ ഏറ്റവും വലിയ ദ്വീപ് ഗ്രീൻലാൻഡ് ആണ്. ഇതിന്റെ സൈഡിൽ ഒരു ചെറിയ ആളെ കണ്ടോ, ഈ റൈറ്റ് സൈഡിൽ ഈ കാണുന്നത്, ഇതിന്റെ പേരെന്താ? ഐസ്ലാൻഡ്. ഐസ്ലാൻഡ് ആണ് ആ കാണുന്നത്. അപ്പൊ ഐസ്ലാൻഡ് ഗ്രീൻലാൻഡോട് ചേർന്നിട്ടാണുള്ളത്. ഒരു വിരോധാഭാസം ഉള്ളതാണ്. നമ്മൾ വിചാരിക്കും ഗ്രീൻലാൻഡും ഉണ്ട് ഐസ്ലാൻഡും ഉണ്ട്, ഏറ്റവും കൂടുതൽ പച്ചപ്പും ഹരിതാഭയൊക്കെ ഉള്ളത് എവിടെയാണെന്ന് ചോദിച്ചാൽ നമ്മൾ പേര് കൊണ്ട് ചിലപ്പോൾ വിചാരിക്കുക എവിടെയാ? ഗ്രീൻലാൻഡ്. പക്ഷെ അങ്ങനെയാണോ? അല്ല. ഐസ്ലാൻഡിലാണ് ഏറ്റവും കൂടുതൽ പച്ചപ്പും ഹരിതാഭയൊക്കെ ഉള്ളത്. ഗ്രീൻലാൻഡ് ഫുള്ള് മഞ്ഞാണ്. മഞ്ഞടിച്ചു കിടക്കുന്ന ആളാണ് ഈ പറയുന്ന ഗ്രീൻലാൻഡ് എന്ന് പറയുന്നത്. ഓക്കെ. അപ്പൊ ഇത് ദ്വീപായിട്ട് നമുക്ക് പരിഗണിക്കാം. പിന്നെ നോക്കി, ഇനി എക്സാമ്പിൾ ഉണ്ട്. ഇവിടെ കാണാവോ നിങ്ങൾക്ക്? ഞാൻ സൂം ചെയ്ത് തരാം. പിന്നെ ഇവിടെ ഇപ്പൊ ഞാൻ വരയ്ക്കുന്ന ഈ ആളെ കണ്ടോ, ഇതാണ് നമ്മൾ ബ്രിട്ടൻ എന്നൊക്കെ പറയുന്നത്. UK എന്നൊക്കെ പറഞ്ഞ ശരിക്കും ഒരു ഐലൻഡ് ആണ്. ഇത് നമ്മുടെ ബ്രിട്ടൻ. എക്സാമ്പിൾ പറയാം, ദ്വീപിന് എക്സാമ്പിളാ. പിന്നെ ഇങ്ങോട്ട് പോരും, അറ്റ്ലാന്റിക്കിന്റെ താഴത്തോട്ട് പോന്നു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾ കാണുന്നുണ്ടോ, ഇത് കരീബിയൻ ഐലൻഡ്സ് ആണ്. കരീബിയൻ ഐലൻഡ്സിനെ നമ്മൾ വിളിക്കുന്ന മറ്റൊരു പേരാണ്, നമ്മുടെ ഇവിടെ ക്രിസ് ഗെയിലൊക്കെ എവിടെ നിന്നാ വരുന്നത്? ഒരു റെഡ് ജേഴ്സി ഒക്കെ ഇട്ടല്ലേ ക്രിക്കറ്റ് കളിക്കാൻ വരുന്നത്? വെസ്റ്റ് ഇൻഡീസ് എന്ന് പറയും. അപ്പൊ വെസ്റ്റ് ഇൻഡീസ് എന്ന് പറയുന്ന ഏരിയ ഇതാണ്. ഉസൈൻ ബോൾട്ടിന്റെ രാജ്യം ഏതാ മക്കളെ? പറയടാ. ഉസൈൻ ബോൾട്ട്. ജമൈക്കയൊക്കെ ഇതിന്റെ ഭാഗമാണ് കേട്ടോ. അപ്പൊ കരീബിയൻ എന്ന് പറഞ്ഞത് ഐലൻഡ് ഗ്രൂപ്പിന് എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയാൻ പറ്റും. പിന്നെ ഏറ്റവും കൂടുതൽ ഐലൻഡ് കാണപ്പെടുന്ന സമുദ്രം ഏതാ? ഏറ്റവും കൂടുതൽ ഐലൻഡ് ഒക്കെ ഉള്ളത് നമ്മുടെ പസഫിക് ഓഷ്യനിലാണ്. ഈ പസഫിക്കിലെ പ്രധാനപ്പെട്ട ദ്വീപ സമൂഹമാണ് ഹവായ് ദ്വീപുകൾ എന്ന് പറയുന്നത്. ആ ഹവായ് ആണ് നിങ്ങൾ ഇവിടെ കാണുന്നത്. ഇതൊക്കെ ദ്വീപിന് എക്സാമ്പിൾ ആണ്. അപ്പൊ ചുറ്റുപാട് 4 വശവും വെള്ളത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ആൾക്കാരാണ് ഈ പറയുന്നതൊക്കെ. ഓക്കെ. പിന്നെന്താ വേറെ എക്സാമ്പിൾ പറയുന്നത്? ഇവിടെ ഹെയ്തി എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ടാവും. അതൊക്കെ ഈ ഭാഗത്തുള്ള ദ്വീപാണ്, അറ്റ്ലാന്റിക്കിലെ ദ്വീപാണ് ഹെയ്തി. ക്വസ്റ്റ്യൻ വരെ ഇങ്ങനെയൊക്കെ ആയിരിക്കും. ഇന്ന ദ്വീപ് ഏത് സമുദ്രത്തിൽ കാണപ്പെടുന്നു, അങ്ങനെയൊക്കെ ആയിരിക്കും ചോദ്യം വരിക. അപ്പൊ കുറച്ച് ആൾക്കാരൊക്കെ ഇതുപോലെ ഒന്ന് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റുക. ഇതൊക്കെ എക്സാമ്പിൾ ആട്ടോ. പറയാനാണെങ്കിൽ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. കുറച്ച് പേര് നമ്മൾ കണ്ടു. അപ്പൊ ദ്വീപ് ഓക്കെ, ഒന്ന് ദ്വീപ് സെറ്റ് ആയിട്ടുണ്ട്. കുറച്ച് എക്സാമ്പിൾ ഓക്കെ അല്ലേ? ഇനി ഉപദ്വീപ് നമുക്കൊന്ന് നോക്കാം. ഉപദ്വീപിന് എക്സാമ്പിൾ പറയാനാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ എന്ന് പറയുന്നത്, ഒന്ന് നമ്മൾ എപ്പോഴും പറയാറുണ്ട് ഇന്ത്യൻ ഉപദ്വീപ്. ആ ഇന്ത്യൻ ഉപദ്വീപാണ് ഞാൻ ഈ മാർജിൻ ആയിട്ട് വരച്ചേക്കുന്നത്. ഇത് കണ്ടോ, ഇത് നമ്മുടെ ഇന്ത്യൻ ഉപദ്വീപാ. ഇപ്പൊ നോക്കുകയാണെങ്കിൽ ഇതിന്റെ 3 വശവും, അതായത് വെസ്റ്റ് സൈഡ്, ഈ കാണുന്ന വെസ്റ്റ് സൈഡ്, താഴെ സൗത്ത് സൈഡ്, ഇവിടുത്തെ ഈസ്റ്റ് സൈഡ്, അപ്പൊ ഇത് ഭൂരിഭാഗവും ഏകദേശം കവർ ചെയ്തെടുക്കുക വെള്ളത്താല്. അപ്പൊ നമുക്ക് അത് എക്സാമ്പിൾ ആയിട്ട് പറയാം. പിന്നെ കണ്ടോ 3 സൈഡ് പറയാൻ പറ്റുന്ന ഒരാള് അറേബ്യൻ പെനിൻസുല എന്ന് ഇവിടെ എഴുതി വെച്ചേക്കുന്നുണ്ടോടാ. അറേബ്യൻ പെനിൻസുല കണ്ട. ഇതിന്റെ ഈ സൈഡ് വെസ്റ്റ് സൈഡ് വെള്ളമാണ്, താഴെ സൗത്ത് സൈഡ് വെള്ളമാണ്, ഈസ്റ്റ് സൈഡ് വെള്ളമാണ്, പിന്നെ ഈ നോർത്ത് ഈ ഭാഗത്താണ് വെള്ളമില്ലാത്തുള്ളൂ. അപ്പൊ ഒരു ബെസ്റ്റ് എക്സാമ്പിൾ ആയിട്ട് അത് നമുക്ക് പറയാൻ പറ്റും. വേറെ എക്സാമ്പിൾ ഇനിയും പറയാലോ. എക്സാമ്പിൾ ഈ കാണുന്ന വേറൊരു എക്സാമ്പിൾ ആണ്. യൂറോപ്പിന്റെ മേളിലേക്ക് പോയി, യൂറോപ്പിന്റെ മേളിൽ നിങ്ങൾ ഈ കാണുന്നത് കണ്ടോ, ഈ ബോർഡർ അടിച്ചിട്ട് ഞാൻ കാണിക്കുന്ന ഇദ്ദേഹം, ഇത് നമ്മൾ സ്കാൻഡിനേവിയൻ ഉപദ്വീപ് എന്ന് പറയുന്ന ആളാണ്. ഇതിന്റെ അകത്താണ് നമ്മുടെ നോർവേയും സ്വീഡൻ ഒക്കെ വരിക. അപ്പൊ അത് വേറെ എക്സാമ്പിൾ പറയാം. ഇത് സ്കാൻഡിനേവിയ. ഓക്കെ, ക്ലിയർ ആയവാ? ഇതൊക്കെ ഉപദ്വീപിന് എക്സാമ്പിൾ ആയിട്ട് പറയാം. ഇങ്ങനെ കുറെ ആൾക്കാർ നമുക്ക് പറയാൻ പറ്റും. കുറച്ച് എക്സാമ്പിൾ ഇവിടെ കണ്ടോ, വേറെ ലെഫ്റ്റ് സൈഡിൽ ഒരാളുടെ കാണിച്ചു തരാം. നമ്മുടെ വടക്കേ അമേരിക്കയുടെ മേളിലായിട്ട്
ദേ ഇവിടെ ഈ കാണുന്ന കണ്ടോ, ഇതിന് നമുക്ക് വേണമെങ്കിൽ അലാസ്കൻ ഉപദ്വീപ് എന്ന് പറയാം. ഇതിന്റെ നോർത്ത് സൈഡും ഏതാ പിന്നെ പറ, വെസ്റ്റ് സൈഡും സൗത്ത് സൈഡും വെള്ളത്താൽ കവർ ചെയ്തേക്കും. അപ്പൊ 3 വശം കവർ ചെയ്തേക്കുന്നല്ലേ, അതിനെ അലാസ്ക, ആ ഭാഗം അലാസ്കയാണ്. അപ്പൊ അലാസ്കൻ ഉപദ്വീപ് എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാൻ പറ്റും. അപ്പൊ ഉപദ്വീപിനും എക്സാമ്പിൾ കണ്ടു, കുറെ ദ്വീപുകൾ കണ്ടു, പിന്നെ ഉപദ്വീപുകളും കണ്ടു. ക്ലിയർ ആയോ? വേണം സൂം ചെയ്ത് നോക്കിക്കോ. ഇവിടെ കണ്ടോ സ്കാൻഡിനേവിയ എന്ന് പറയുന്ന കാണുന്ന ഭാഗം എങ്ങനെയാണ്, സ്കാൻഡിനേവിയ. പിന്നെ ദേ ഇവിടെ അറേബ്യൻ പെനിൻസുല, പിന്നെ നമ്മുടെ ഇന്ത്യ. ഓക്കെ, ഇനി നമുക്ക് മൂന്നാമത്തെ ആള്, ഇനി അടുത്ത ആളെ നമ്മൾ നോക്കാൻ പോവാണ്. അടുത്ത ആള് നോക്കുന്നത് ബേ എന്ന് പറയുന്ന ആളാണ്. ബേ, ശ്രദ്ധിച്ചോ, ബേ എന്തെന്ന് ആദ്യം പറഞ്ഞേ. ഇത് രണ്ടും സിമ്പിൾ ആൾക്കാർ. ബേ എന്ന് പറയുന്നത് കരയിലേക്ക് കയറി കിടക്കുന്ന കടലിന്റെ വൈഡർ എൻട്രൻസ് ആണോ നാരോ എൻട്രൻസ് ആണോ? കുറച്ചുകൂടെ വൈഡർ എൻട്രൻസ് ആണെന്ന് പറയുന്ന ആളാണ് ബേ. ഒന്ന് നമുക്ക് കറക്റ്റ് അറിയാം, ബേ ഓഫ് ബംഗാൾ എന്ന് പറയും. ഞാൻ ഇവിടെ BOB എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ ബേ ഓഫ് ബംഗാൾ ആണ്. ഇവിടെ ഇങ്ങനെ ഒരു ആർച്ചൊക്കെ ഉണ്ടാക്കുന്നില്ലേ ആള്, ശരിക്കും പറയാൻ പറ്റില്ലേ? ഇല്ല, ആർച്ച് എന്ന് പറഞ്ഞാൽ ഒരു ആർക്ക് ഉണ്ടാക്കുന്ന നമുക്ക് വേണമെങ്കിൽ പറയാൻ പറ്റും. അപ്പൊ ഇത് ബേ ഓഫ് ബംഗാൾ ഒന്നാമത്തെ എക്സാമ്പിൾ പറയാം. പിന്നെ ഇഷ്ടം പോലെ എക്സാമ്പിൾ നമുക്ക് പറയാൻ പറ്റും ബേക്ക്. വേറെ എക്സാമ്പിൾ ആണ് ലോകത്തിലെ ഏറ്റവും വലിയ ബേ, ഏറ്റവും വലിയ ഉൾക്കടൽ, ഉൾക്കടലിന്റെ കാര്യമായിട്ടാ പറയുന്നത്. ഏറ്റവും വലിയ ഉൾക്കടലാണ് ഞാൻ ഈ മാർക്ക് ചെയ്യുന്നത്. ഏറ്റവും വലിയ ഉൾക്കടലിന്റെ പേര് പറഞ്ഞേടാ. ഇതേ പേരില് അമേരിക്കയിൽ ഒരു നദിയും കൂടെ ഉണ്ട്. ഇതിന്റെ പേര് ഹഡ്സൺ എന്നാണ്. മൊത്തത്തിൽ നമ്മൾ ഹഡ്സൺ ബേ എന്ന് പറയും. അപ്പൊ ഹഡ്സൺ ബേ ഏറ്റവും വലിയ ഉൾക്കടലാണ്. ഏറ്റവും വലിയ ഉൾക്കടൽ ഹഡ്സൺ ബേ ആണ്. അപ്പൊ ഹഡ്സൺ ബേ ഒരു എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയാം. പിന്നെ നമ്മുടെ ബേ ഓഫ് ബംഗാൾ ഒരു എക്സാമ്പിൾ ആയിട്ട് പറയാം. വേറെ ഉണ്ട് ഈ ഭാഗത്തൊക്കെ കണ്ടത്, ഇവിടെയൊക്കെ ഇതിന്റെ താഴെ ഈ കാനഡയുടെ ഈ ഭാഗത്തൊക്കെ ബേ ഓഫ് ഫണ്ടേ എന്ന് പറഞ്ഞിട്ട് ഒരെണ്ണമുണ്ട്. ബേ ഓഫ് ഫണ്ടേ കുഞ്ഞതാണ്, അപ്പൊ അതുകൊണ്ട് ഇതിനകത്ത് കറക്റ്റ് കാണാനൊന്നും പറ്റത്തില്ല. ബേ ഓഫ് ഫണ്ടി, ഇത് നമ്മുടെ ഓഷ്യനോഗ്രഫിയിൽ നിങ്ങൾ വേലിയേറ്റങ്ങളൊക്കെ പഠിക്കുമ്പോൾ ഏറ്റവും ഉയരത്തിലുള്ള വേലിയൊക്കെ അനുഭവപ്പെടുന്നതാണ് ബേ ഓഫ് ഫണ്ടേ എന്ന് പറയുന്നത്. ഇത് നമ്മുടെ നോവാസ്കോഷ്യ എന്നൊക്കെ പറഞ്ഞ ഭാഗത്താണ്. ഇത് നമ്മുടെ കാനഡയിലാണുള്ളത്. ഇങ്ങനെ ഹഡ്സൺ ബേ, ബേ ഓഫ് ഫണ്ടേ, പിന്നെ ബേ ഓഫ് ബംഗാള്, പിന്നെ ഉണ്ട് ഈ ഭാഗം കണ്ടോ, ഈ ഭാഗം നമ്മുടെ ഇങ്ങോട്ട് നോക്കി ഗ്രീൻലാൻഡിന്റെ ലെഫ്റ്റ് സൈഡ്. അപ്പൊ ഇവിടെയുള്ള ഈ വലിയ കടലിന്റെ ഭാഗം, ഈ കയറി കിടക്കുന്ന ഈ കടലിന്റെ ഭാഗത്തെ നമ്മൾ വിളിക്കുക ബഫിൻ ബേ എന്നാണ്. അപ്പൊ ബഫിൻ ബേ ഒക്കെ എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയാം. ഇതൊക്കെ ബേക്ക് എക്സാമ്പിളാ. അത് രണ്ടും നമ്മളൊന്ന് ഓർത്തിരിക്കുക. ഒന്ന് ബേ ഓഫ് ബംഗാള്, ഏറ്റവും വലുത് ഹഡ്സൺ ബേ ഓർത്തിരിക്കുക, പിന്നെ ബഫിൻ ബേ ഇവിടെ ഉണ്ട്, അതൊന്ന് ഓർത്തിരിക്കുക. ഇതൊക്കെ ബേക്ക് എക്സാമ്പിൾ ആണ്. ക്ലിയർ ആണോടാ? അടുത്തേക്ക് പോവാം. അപ്പൊ ബേ മനസ്സിലായി. ശരി, ഇനി പഠിക്കാൻ പോകുന്ന സ്ട്രെയിറ്റിന്റെ കാര്യമാണ്. സ്ട്രെയിറ്റ്, കടലിടുക്കെന്ന് നമ്മൾ പറഞ്ഞു. അപ്പൊ കടലിടുക്ക് എന്താണ്? രണ്ട് കടൽ ഭാഗത്തെ തമ്മിൽ പരസ്പരം ബന്ധിപ്പിക്കുന്നു. എക്സാമ്പിൾ പറയാം. ഇതിനകത്ത് ആദ്യം ഞാൻ വരച്ചിട്ട് സൂം ചെയ്ത് നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. ഞാനൊരു വര വരച്ചു, ഇവിടെ ഒരു വര വരച്ച്. ശരി, സൂം ചെയ്ത് നിങ്ങൾ നോക്കിക്കേടാ. ഞാൻ ഈ വരച്ച വര എന്ന് പറഞ്ഞാല് രണ്ട് കടലിനെ ബന്ധിപ്പിക്കുന്നതല്ലേ. ഇപ്പൊ ലെഫ്റ്റ് സൈഡിൽ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് അറേബ്യൻ സീ എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. റൈറ്റ് സൈഡിൽ ഇവിടെ എഴുതിയിട്ടില്ല എങ്കിലും നമുക്ക് പറയാം ബേ ഓഫ് ബംഗാളിനെയാണ് ബന്ധിപ്പിക്കുക. അപ്പൊ ഈ അറേബ്യൻ സീയെയും അതേപോലെ ബേ ഓഫ് ബംഗാളിനെയും പരസ്പരം ബന്ധിപ്പിക്കുന്ന ഒരു ഇടുങ്ങിയ വാട്ടർവേ ആണ് ഈ വഴി പോകുന്നത്, ഇല്ലേ? അപ്പൊ അത് ശരിക്കും ശ്രീലങ്കയും ഇന്ത്യയും തമ്മിൽ വേർതിരിക്കാമെന്ന് നമുക്ക് പറയാനും പറ്റും. ആ സ്ട്രെയിറ്റിന്റെ പേരെന്താ പറ? ആ സ്ട്രെയിറ്റിന്റെ പേര്, അതിനെ നമുക്ക് പാൽക്ക് സ്ട്രെയിറ്റ് എന്ന് വിളിക്കാം. PALK എന്നാണ്. അല്ലാതെ പാകിസ്ഥാനുമായിട്ട് ഇതിന് ബന്ധമുണ്ടെന്നും വിചാരിച്ചേക്കരുത്. ഈ പാക് എന്ന് പറയുന്നത് പഴയ നമ്മുടെ മദ്രാസിന്റെ ഒരു ഗവർണറാണ്. അപ്പൊ അദ്ദേഹത്തിനുള്ള ബഹുമാനാർത്ഥമൊക്കെയാണ് ഇങ്ങനെ പേര് കൊടുത്തേക്കുന്നത്. അപ്പൊ പാക് സ്ട്രെയിറ്റ് ഒരു സ്ട്രെയിറ്റിന് എക്സാമ്പിൾ നമുക്ക് പറയാം. ഈ ഭാഗത്ത് തന്നെ അടുത്ത വര ഞാൻ വരയ്ക്കുകയാണ്. ഇതേ നോക്കിക്കോ, ഒരു വര വരച്ചു. ഈ വര വരയ്ക്കുന്നത് രണ്ട് സീയെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന, നോക്കിക്കോ, ഈ കാണുന്ന ഈ സൈഡിലുള്ളത് ആൻഡമാൻ സീ ആണ്. ഓക്കെ, ഇതിന്റെ ഇവിടെ ഉള്ളത് സൗത്ത് ചൈന സീ എന്ന് പറഞ്ഞ കടലാണ്. സൗത്ത് ചൈന സീ, ഈ കാണുന്ന സൗത്ത് ചൈന സീ, ഈ കാണുന്ന ആൻഡമാൻ. ഈ സൗത്ത് ചൈന സീയെയും ആൻഡമാൻ കടലിനെയും പരസ്പരം ബന്ധിപ്പിക്കുന്ന ആളാണ്. സൂം ചെയ്ത് തരാം, നോക്കിക്കോ. ഇതൊരു സ്ട്രെയിറ്റ് ആണ്. ഈ സ്ട്രെയിറ്റ് വളരെ വളരെ സ്ട്രാറ്റജി വെച്ചിട്ട് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ്. ആളുടെ പേര് മലാക്ക സ്ട്രെയിറ്റ്. ശരി, ഉത്തരവാടാ. അതിന് നമ്മൾ മലാക്ക സ്ട്രെയിറ്റ് എന്ന് വിളിക്കും. ഓക്കെ, നോക്കിക്കോ, സ്ട്രെയിറ്റ് ഓഫ് മലാക്ക ആണിത്. ഇപ്പൊ രണ്ടെണ്ണം പഠിച്ചു. നമ്മുടെ അയൽപക്കത്തുള്ള രണ്ട് ഫേമസ് ആയിട്ടുള്ള ആൾക്കാരാണ്. ഒന്ന് പാക് സ്ട്രെയിറ്റ്, മറ്റൊന്ന് മലാക്ക സ്ട്രെയിറ്റ്. വേറെ ഇഷ്ടം പോലെ എക്സാമ്പിൾ പറയാം. ഇവിടെ ഞാൻ കണ്ടോ, നമ്മുടെ അറേബ്യൻ സീ ഇവിടെ നോക്കിക്കേ നിങ്ങൾ. ഇങ്ങോട്ട് കയറി കിടക്കുന്ന ഈ വെള്ളത്തിന്റെ ഭാഗത്തെ വിളിക്കുന്ന പേര് ഞാൻ പറഞ്ഞുതരാം. ഈ മേളിലത്തെ ഭാഗം കണ്ടോ, ഈ വര ഞാൻ വരച്ചേക്കുന്ന ഈ ഭാഗം, ഇതിനെ വിളിക്കുന്ന റെഡ് സീ എന്നാണ്. റെഡ് സീ, ചെങ്കടൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഈ ചെങ്കടലിനെയും പിന്നെ ഇതിന്റെ റൈറ്റ് സൈഡിൽ ഇവിടെയുള്ള ഈ വാട്ടർ ബോഡി വിളിക്കുന്ന പേര്, ഇതിനെ ഗൾഫ് ഓഫ്
എയ്ഡൻ എന്നാ വിളിക്കുന്നത്. ഗൾഫ് ഓഫ് എയ്ഡൻ. ഗൾഫ് ഓഫ് എയ്ഡൻ. അപ്പൊ എന്താ ഗൾഫ് എന്നുള്ളത് ഞാൻ പറഞ്ഞു തരാം. ഗൾഫ് എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചത് എന്തായിരുന്നു? ഗൾഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കരയിലേക്ക് കയറി കിടക്കുന്ന ഇടുങ്ങിയ സമുദ്രഭാഗം നമ്മൾ പറഞ്ഞത്. ആ ഇടുങ്ങിയ സമുദ്രഭാഗം അല്ലടാ ഈ കാണുന്നത്. ഓക്കെ, അപ്പൊ അത് നമുക്ക് ഗൾഫ് ഓഫ് എയ്ഡൻ എന്ന് വിളിക്കാം. ഗൾഫ് ഓഫ് എയ്ഡൻ. ഇത് ഗൾഫ് ഓഫ് എയ്ഡൻ ആണെങ്കിൽ ഈ ഗൾഫ് ഓഫ് എയ്ഡനെയും ചെങ്കടലിനെയും തമ്മിൽ പരസ്പരം ബന്ധിപ്പിക്കുന്ന ഒരു ചെറിയ വാട്ടർ പാസേജ് ഉണ്ട് ഈ ഭാഗത്ത്. അതിനെ വിളിക്കുന്ന പേര് ബാബൽ മാൻദേബ് എന്നാണ്. ബാബൽ മാൻദേബ്. ബാബൽ മാൻദേബിന്റെ മലയാളം അല്ലെങ്കിൽ മലയാളത്തിൽ പറഞ്ഞ ഇതിന് അർത്ഥമുണ്ട്. ഇതിനെ എന്താ പറഞ്ഞ ഗേറ്റ് ഓഫ് ടിയേഴ്സ് എന്നാ വിളിക്കുക. മലയാളത്തില് കണ്ണുനീരിന്റെ കവാടം എന്നൊക്കെ വിളിക്കാം. ആ ഭാഗത്ത് കുറെ ഭൂകമ്പമൊക്കെ ഉണ്ടായി കുറെ ആൾക്കാരൊക്കെ മരിച്ചു പോയിട്ടുണ്ട്. അപ്പോ അതിന്റെ ബേസിസിൽ പേര് കൊടുത്തേക്കുന്നതാണ്. കണ്ണുനീരിന്റെ കവാടം എന്നറിയപ്പെടുന്നത് ബാബൽ മാൻദേബ് എന്ന് പറഞ്ഞ ഈ പറയുന്ന സ്ട്രെയിറ്റ് ആണ്, കടലിടുക്കാണ്. അത് ബന്ധിപ്പിക്കുന്നപ്പോ ആരൊക്കെയാ? 2 CA ആണ്. റെഡ് സിയെയും ഗൾഫ് ഓഫ് എയ്ഡനെയും നമുക്ക് പറയാം. ഇതുപോലെ ഇതിന്റെ മേളിൽ കണ്ടോ നമ്മുടെ അറേബ്യൻ ഉപദ്വീപിന്റെ അങ്ങ് നോർത്ത് ഈസ്റ്റ് ഭാഗത്ത് ഇവിടെ ഒരു ചെറിയ ഇടുങ്ങിയ ഭാഗമുണ്ട്. ഇതിനെ വിളിക്കുന്ന പേര് ഹോർമൂസ് എന്നാണ്. ഹോർമൂസ് സ്ട്രെയിറ്റ് എന്ന് വിളിക്കും. അപ്പൊ ഹോർമൂസ് സ്ട്രെയിറ്റ് ബന്ധിപ്പിക്കുന്ന ആരേക്കാന്ന് ചോദിച്ചാൽ അവിടെയും നമുക്ക് പറയാം. ഈ ഭാഗത്തുള്ളത് ഒമാൻ എന്ന് പറഞ്ഞ രാജ്യമാണ്. അപ്പൊ ഗൾഫ് ഓഫ് ഒമാൻ എന്ന് പറയുന്ന ആളാണ് ഇവിടെ ഉള്ളത്. ഓക്കെ, ഗൾഫ് ഓഫ് ഒമാൻ. ഇത് ഇങ്ങോട്ട് കയറി കിടക്കുന്ന ഒരു ഇടുങ്ങിയ കടൽ ഭാഗമാണല്ലോ. അപ്പൊ നമുക്ക് ഗൾഫ് എന്ന് വിളിക്കാം. അപ്പൊ ഗൾഫ് ഓഫ് ഒമാൻ ആണ് ഈ കാണുന്നത്. ഇതിന്റെ മേളിൽ ഈ കാണുന്ന വാട്ടർ ബോഡി ഞാൻ ഈ ആരോ മാർക്ക് ഇട്ടിട്ടുണ്ട്, എഴുതി വെക്കാം. അതിന്റെ പേര് പേർഷ്യൻ ഗൾഫ് എന്നാണ്. അപ്പൊ ഈ പേർഷ്യൻ ഗൾഫ് എന്ന് പറയുന്ന ആ ഭാഗത്തെയും, പേർഷ്യൻ ഗൾഫ് അതും ഇടുങ്ങിയ സമുദ്രഭാഗമല്ലേ, അല്ലെ കടലിന്റെ ഭാഗമല്ലേ, പേർഷ്യൻ ഗൾഫിനെയും ഗൾഫ് ഓഫ് ഒമാനെയും പരസ്പരം ബന്ധിപ്പിക്കുന്ന ആ കടലിടുക്കിന്റെ പേരാണ് ഹോർമൂസ്. അപ്പൊ ഹോർമൂസ് കടലിടുക്ക് അറേബ്യൻ പെനിൻസുലയുടെ ഏകദേശം വടക്ക് കിഴക്ക് ഭാഗത്തായിട്ടും അതുപോലെ ബാബൽ മാൻദേബ് എന്ന് പറഞ്ഞ സ്ട്രെയിറ്റ് അറേബ്യൻ പെനിൻസുലയുടെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്തായിട്ട് നമുക്ക് കാണാൻ പറ്റും. കത്തുന്നുണ്ടോ? അതോ ഞാൻ കുറെ കാര്യം ചുമ്മാ പറയുന്നത് മാത്രമേ ഉള്ളൂടാ മക്കളെ. നോക്കിക്കോ, സിമ്പിൾ ആയിട്ട് വേറെ പറയാൻ പറ്റുന്നതാണ്. ഇവിടെ കണ്ടോ താഴെ നമ്മുടെ, ഇനി ഇങ്ങോട്ട് നോക്കിക്കോ, താഴത്തേക്ക് നോക്കിക്കോ. ഇവിടെ നമ്മുടെ മഡഗാസ്കർ ദ്വീപുണ്ട്. ഈ മഡഗാസ്കറിന്റെ ഇപ്പുറം ആഫ്രിക്ക ഉണ്ട് വെസ്റ്റ് സൈഡിലായിട്ട്. ഇവിടെയുള്ള രാജ്യമാണ് മൊസാംബിക്. അപ്പൊ ഇവിടെ ഈ പാത്തിനെ, ഈ വാട്ടർ ബോഡിയെ, ഇങ്ങോട്ട് താഴത്തേക്കുള്ള ഈ വാട്ടർ ബോഡി, ഈ പാസേജിനെ നമ്മൾ വിളിക്കുന്ന പേര് മൊസാംബിക് ചാനൽ എന്നാണ്. അതിനെ മൊസാംബിക് ചാനൽ എന്ന് വിളിക്കാറുണ്ട്. മൊസാംബിക് ചാനൽ എന്ന് വിശേഷിപ്പിക്കും. അപ്പൊ ഈ ഇങ്ങനെ ചാനൽ എന്ന് പറയുന്നത് ശരിക്കും വാട്ടർ പാസേജ് ആണ്. വേറൊരു ചാനലിന് എക്സാമ്പിൾ പറഞ്ഞുതരാം. നിങ്ങൾ ഇംഗ്ലീഷ് ചാനൽ നീന്തി കടന്നു എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ടാവും. ഓക്കെ, ഇംഗ്ലീഷ് ചാനൽ എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഇംഗ്ലീഷ് ചാനലാണ് ഇവിടെ ഒരു വര ഞാൻ വരച്ചിട്ടുണ്ട്. നോക്കിക്കോ, ഈ കാണുന്ന ശരിക്കും UK ആണ്. കണ്ടല്ലോ, ഇത് UK, ഈ ദ്വീപ് UK ആണ്. അപ്പൊ UKയുടെ ഇപ്പറ യൂറോപ്പിന്റെ ഈ സൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രാൻസ് ആണ്. ഈ ഫ്രാൻസിനെയും UKയെയും വേർതിരിക്കുന്നത് അല്ലെങ്കിൽ ഇവിടെ നമ്മുടെ നോർത്ത് അറ്റ്ലാന്റിക് ഓഷ്യനെയും കേട്ടോ, നോർത്ത് അറ്റ്ലാന്റിക് ഓഷ്യനെയും പിന്നെ ഇവിടെയുള്ള നോർത്ത് സീ എന്നൊക്കെ പറയും. അപ്പൊ ഇവരെ പരസ്പരം ബന്ധിപ്പിക്കുന്ന ഈ ഭാഗത്ത് നമ്മൾ എന്തെന്നാ വിളിക്കുക? ഇംഗ്ലീഷ് ചാനലിനാ. ഇത് ആദ്യമായിട്ട് നീന്തി കടന്നതെന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അപ്പൊ ഇംഗ്ലീഷ് ചാനൽ ഒരു സ്ട്രൈറ്റിന് എക്സാമ്പിൾ ആണ്. ഇതുപോലെ ഇവിടെ നമുക്ക് പറയാൻ പറ്റും. ഇതിന്റെ താഴെ ഞാൻ ഒന്ന് വരച്ചിട്ട് സൂം ചെയ്ത് കാണിച്ചു തരാം. ഇതുണ്ടോ ഈ വര? അപ്പൊ ഇത് ശരിക്കും മെഡിറ്ററേനിയൻ സീ ആണ്. ഈ കാണുന്ന മെഡിറ്ററേനിയൻ, ഈ കയറി കിടക്കുന്ന വാട്ടർ ബോഡി ഫുള്ള് മെഡിറ്ററേനിയനാ. ഇവിടെയുള്ള നമ്മുടെ അറ്റ്ലാന്റിക് ഓഷ്യനാ. ഈ മെഡിറ്ററേനിയനെയും അറ്റ്ലാന്റിക്കിനെയും പരസ്പരം ബന്ധിപ്പിക്കുന്ന ഈ ചെറിയ പാസേജിനെ വിളിക്കുന്ന പേരാണ് ജിബ്രാൾട്ടർ കടലെടുക്ക് എന്ന് വിളിക്കും. നല്ല പേരല്ലേ? ജിബ്രാൾട്ടർ സ്ട്രെയിറ്റ് ആണ് ഈ കാണുന്ന ജിബ്രാൾട്ടർ സ്ട്രെയിറ്റ്. ഓക്കെ, ജിബ്രാൾട്ടർ സ്ട്രെയിറ്റ് മനസ്സിലായല്ലോ. എക്സാമ്പിൾ ഇഷ്ടം പോലെ. അപ്പൊ ജിബ്രാൾട്ടർ സ്ട്രെയിറ്റ് എവിടെയാണെന്ന് മനസ്സിലാക്കിക്കൊള്ളുക. ഇത് കണ്ടോ, ഇവിടെ ഗ്രീൻലാൻഡിനെയും നോർത്ത് അമേരിക്കയും വേർതിരിച്ച് ഇവിടെ വലിയൊരു ഗ്യാപ്പ് ഉണ്ട്. ഇതാണ് ഏറ്റവും വീതിയേറിയ സ്ട്രെയിറ്റ് എന്ന് അറിയപ്പെടുന്നത്. ഏറ്റവും വീതിയേറിയ കടലെടുക്ക് ഇതാണ്. ഇതിന്റെ പേര് ഡേവിസ് എന്നാണ്. ഡേവിസ് സ്ട്രെയിറ്റ് ആണ് നിങ്ങൾ ഈ കാണുന്നത്. അപ്പൊ ഡേവിസ് സ്ട്രെയിറ്റ് ഇവിടെയുണ്ട്. ഓർക്ക് ഏറ്റവും വീതിയേറിയതാ. എങ്കിൽ ഏറ്റവും വീതി കുറഞ്ഞ ആളെ എന്ന് കാണിച്ചു തരട്ടെ. ഏറ്റവും വീതി കുറഞ്ഞ ആളാണ് ഇപ്പൊ ഞാൻ ഈ വരയ്ക്കുന്ന നോക്കിക്കോ. ഒരു വര ഇട്ടേക്കുന്നുണ്ടോ? ഈ ഭാഗത്ത് നിങ്ങൾ നോക്കിയാൽ അതൊരു ചെറിയ വാട്ടർ പാസേജ് ആണ്. ഈ കാണുന്ന താഴെ മെഡിറ്ററേനിയൻ ആണെന്ന് ഞാൻ ആദ്യം പറഞ്ഞു. ഇതിന്റെ ഈ ഭാഗം, ഈ ഞാനിപ്പോ കാണിക്കുന്ന പോയിന്റ് ഈ ഭാഗം, ഇത് സീ ഓഫ് മർമര എന്നറിയപ്പെടുക. മർമര കടൽ എന്നൊക്കെ അറിയപ്പെടും. ഇതിന്റെ മേളില് നമ്മുടെ ഡാന്യൂബ് നദിയൊക്കെ വന്നു ചേരുന്ന അതിനെ വിളിക്കുന്ന പേര് ബ്ലാക്ക് സീ എന്നാണ്. കരിങ്കടലിനെയും ഈ പറയുന്ന സീ ഓഫ് മർമര അല്ലെങ്കിൽ നമ്മുടെ മെഡിറ്ററേനിയൻ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു കടലെടുക്കുണ്ട്. അതിന്റെ പേര് ബോസ്ഫറസ് കടലെടുക്ക് എന്നാണ്. ഫോസ്ഫറസ് അല്ല, ബോസ്ഫറസ് കടലെടുക്ക് എന്ന് വിളിക്കും.
ബോസ്ഫറസ് കടലെടുക്ക് എന്ന് വിളിക്കും. ഇത് ഏറ്റവും വീതി കുറഞ്ഞതുമാണ്. ഏറ്റവും വീതിയേറിയ കടലെടുക്ക് ഏതാണെന്ന് ചോദിച്ചാൽ ഏറ്റവും വീതിയേറിയത് ഡേവിസ് ആണ്. ഏറ്റവും വീതി കുറഞ്ഞത് ബോസ്ഫറസ് എന്ന് പറയുന്ന കടലെടുക്കാണ്. ഇതൊക്കെ കടലെടുക്കിന് എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയാൻ പറ്റും. കുറെ കിട്ടിയോ? ഇനിയുണ്ട് ഇഷ്ടം പോലെ. എല്ലാം പറഞ്ഞാലും ഇവിടെ എങ്ങും നിൽക്കുകയില്ല. അപ്പൊ ഏറെക്കുറെ ഐഡിയ കിട്ടിയെന്ന് തോന്നുന്നു. ഓക്കെ, ഇതെല്ലാം കൂടെ മാച്ചിട്ട് ഞാൻ ചുമ്മാ ഒന്നുകൂടെ പറഞ്ഞുതരാം. നോക്കിക്കേ, കുറച്ചൊക്കെ സ്ട്രൈറ്റുകളുടെ കുറെ ഒരു 5-6 ഫോട്ടോ ഞാനിപ്പോ സൂം ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. അപ്പൊ കുറച്ചുകൂടെ ക്ലാരിറ്റി കിട്ടും. ഇതിപ്പോ നിങ്ങൾ ഇത്ര ദൂരെ നിന്ന് വൈഡ് ആയിട്ടല്ലേ കണ്ടേ. ഇപ്പൊ നമ്മളിവിടെ പഠിച്ചത് ആദ്യം ഇവിടെ പറഞ്ഞു വിട്ടു തുടങ്ങാം. ഈ വര ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്തെന്ന് വിളിക്കാം? പാർക്ക് സ്ട്രൈറ്റ് എന്ന് വിളിക്കാം. ഈ വര എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മലാക്ക സ്ട്രൈറ്റ് എന്ന് നമുക്ക് വിളിക്കാം. പിന്നെ ഇവിടെ ഉണ്ടല്ലോ ഒരു ചെറിയ പാസേജ്, അതിന് നമുക്ക് എന്തെന്ന് വിളിക്കാം? ബാബൽ മാൻദേബ് എന്ന് വിളിക്കാം. ഇവിടുത്തെ ചെറിയ പാസേജ് ഹോർമൂസ് സ്ട്രൈറ്റ് എന്ന് നമുക്ക് വിളിക്കാം. ഇതിനെന്തെന്ന് വിളിക്കാം? പോരട്ടെ. മൊസാംബിക് ചാനൽ എന്ന് വിളിക്കാം. അതുപോലെ ഇത് ഏറ്റവും വീതി കുറഞ്ഞ ആള്, ഇവിടെയുള്ള ആളാരാ? ബോസ്ഫറസ് സ്ട്രൈറ്റ്. ശരിയടാ. ഇവിടെയുള്ള ആളാരാ? ജിബ്രാൾട്ടർ സ്ട്രൈറ്റ് പറയാം. ഇവിടെ ഒരു ചാനൽ ഉണ്ടല്ലോ, ഇംഗ്ലീഷ് ചാനൽ എന്ന് വിളിക്കാം. പിന്നെ ഇവിടെ ഭയങ്കര വീതിയുള്ള ആളുണ്ടെന്നൊക്കെ പറഞ്ഞായിരുന്നു. ആളുടെ പേര് ഡേവിസ്. ഡേവിസ് സ്ട്രൈറ്റ് ആണ് ഈ കാണുന്നത് നമുക്ക് പറയാൻ പറ്റും. ഇങ്ങനെ ഇഷ്ടംപോലെ ആൾക്കാരെ നമുക്ക് പറയാം. അപ്പൊ കുറച്ചു പേരെയൊക്കെ ഇവിടെ കാണിച്ചു തന്നു. കുറച്ചു പേരെ ഞാൻ സൂം ചെയ്തൊക്കെ കാണിച്ചു തന്നോളാം, അല്ലാതെയും കാണിച്ചു തന്നോളാം. അപ്പൊ സ്ട്രൈറ്റുകളെ കുറിച്ച് ഐഡിയ കിട്ടി. ഇതുപോലെ തന്നെ കുറച്ച് ബേകളും നമ്മൾ മനസ്സിലാക്കി. ഒരാളുടെ പെൻഡിങ് ഉണ്ട്. ഇതുപോലെ തന്നെ പഠിക്കേണ്ട ഒരാളാണ്. അതേതാ? ഗൾഫാണ്. ഗൾഫ്. അപ്പൊ കുറച്ച് ഗൾഫുകൾ നമുക്ക് നോക്കാം. ഇവിടെ ഞാൻ പഠിപ്പിച്ചപ്പോ നിങ്ങൾ അറേബ്യന്റെ ഇവിടെ നോക്കിക്കോ. അറേബ്യൻ സീയുടെ നമ്മുടെ അറബിക്കടലിന്റെ ലെഫ്റ്റ് സൈഡിൽ ഇവിടെ ഇങ്ങനെ നമ്മൾ പഠിച്ചായിരുന്നു. ആരാ? ഗൾഫ് ഓഫ് ഏഡൻ. അവിടെ അപ്പൊ ഏഡൻ എന്ന് പറയുന്ന ഗൾഫ് ഉണ്ട്. ഇവിടെയോ? ഇവിടെ ഞാൻ ഒരെണ്ണം പറഞ്ഞായിരുന്നു, ഒമാൻ ഗൾഫ് ഉണ്ട്. ഗൾഫ് ഓഫ് ഒമാൻ എന്ന് പറയുന്ന ഭാഗമാണ്. പിന്നെ നമ്മുടെ ഇന്ത്യയുടെ ഇവിടെ ഞാൻ വട്ടം വരച്ചേക്കുന്ന കണ്ടോടാ, സൂം ചെയ്ത് തരാവേ. ഈ ഭാഗത്ത് ഗൾഫ് ഓഫ് കച്ച് ഉണ്ട്. മേളിലത്തെ ചെറിയ ഗ്യാപ്പ് ഗൾഫ് ഓഫ് കച്ച് ആണ്. താഴത്തെ ഈ ഗ്യാപ്പ് എന്ന് പറഞ്ഞ ഗൾഫ് ഓഫ് കമ്പത്താണ്. ഇതൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഇതൊക്കെ ഇടുങ്ങിയ കടൽ ഭാഗം എന്ന് പറയാം, നമ്മുടെ കരയിലേക്ക് കയറി കിടക്കുന്ന. ഇതുപോലെ വേറെ എക്സാമ്പിൾ നമുക്ക് നോക്കാമല്ലോ. നോക്കിക്കോ, ഈ കാണുന്നുണ്ടോ? അപ്പൊ ഈ കാണുന്നതാണ് ഏറ്റവും വലിയ ഗൾഫ് എന്ന് പറഞ്ഞാൽ. ഇത് നമ്മുടെ മെക്സിക്കോ ഗൾഫാണ്. ഇതിനെ ഗൾഫ് ഓഫ് മെക്സിക്കോ എന്ന് വിളിക്കും കേട്ടോ. ഗൾഫ് ഓഫ് മെക്സിക്കോ ഏറ്റവും വലിയ ഗൾഫ് ഇതാണ്. നമ്മൾ ആദ്യം പറഞ്ഞു ബേക്ക് ആണെങ്കിൽ ഒരു സർക്കുലർ ഷേപ്പ് അല്ലെങ്കിൽ സെമി സർക്കുലർ ഷേപ്പ് വരികയാണ്. പക്ഷെ ഇതിന്റെ അകത്തേക്കുള്ള വാട്ടർ പാസേജ് എന്ന് പറഞ്ഞാൽ വളരെ നാരോ ആണ്. നിങ്ങൾ നോക്കിക്കേ, ഞാൻ മാച്ചൊക്കെ ഒന്നുകൂടെ കാണിച്ചു തരാം. ഇതിനകത്തേക്ക് വെള്ളം കയറി പോവാണെങ്കിൽ ഈ വഴി കയറി പോകണം. ഇടുങ്ങിയതാണ്. ഇതുണ്ട്, ഈ വഴിക്ക് പോകണം, അല്ലെങ്കിൽ ഈ വഴിക്കൊക്കെ പോകണം. അപ്പൊ ഇടുങ്ങിയ എൻട്രൻസ് ആണെന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. അതിന്റെ അകത്ത് കയറി വൈഡ് ആയിട്ടാണ് കിടക്കുന്നതെങ്കിലും. അപ്പൊ മെക്സിക്കോ, ഗൾഫ് ഓഫ് മെക്സിക്കോ നമുക്ക് എക്സാമ്പിൾ പറയാം. ഗൾഫ് ഓഫ് മെക്സിക്കോ. ഓക്കെ, അപ്പൊ ഏഡൻ ഗൾഫായി, പിന്നെ ഒമാനായി, പിന്നെ ഗൾഫ് ഓഫ് മെക്സിക്കോ ആയി. വേറെയും ഗൾഫുകൾ ഇതുണ്ടോ? ഈ കാണുന്ന ഈ ഭാഗം ശരിക്കും പറഞ്ഞ ഒരു സെമി സർക്കിൾ ഉണ്ടാക്കിയിട്ട് ഈ നമ്മുടെ നോർത്ത് അമേരിക്കയുടെ ഈ ഭാഗത്തെ നമ്മൾ വിളിക്കേണ്ട ഏതാ? ബേ ഓഫ് അലാസ്ക എന്നൊക്കെ ആയിരുന്നു വിളിക്കേണ്ടത്. പക്ഷെ നമ്മൾ വിളിക്കുക എന്തെന്നാ? ഗൾഫ് ഓഫ് അലാസ്ക എന്നാണ്. അപ്പൊ എപ്പോഴും ഞാൻ പറഞ്ഞ ആ എൻട്രൻസ് നാരോ ആയിരിക്കണം എന്നുള്ള കാര്യം എപ്പോഴും ഇത് പാലിക്കാറില്ല. പലരും അതിനെ, ചിലർ ഗൾഫ് എന്ന് വിളിച്ചിട്ട് അങ്ങ് ഉറപ്പിച്ചു പോയി, ചിലരാണെങ്കിൽ ബേ എന്ന് വിളിച്ചിട്ട് അങ്ങോട്ട് ഉറപ്പിച്ചു പോയി. അപ്പൊ ഇത് കറക്റ്റ് ജോഗ്രഫിക്കലി തിയറി അല്ലെങ്കിൽ നമ്മുടെ കറക്റ്റ് ഡെഫിനിഷൻ വെച്ചിട്ട് അങ്ങനെയൊന്നും അല്ലോ നിങ്ങൾ വിചാരിക്കണ്ട. എങ്ങനെ ആൾക്കാർ വിളിച്ച് ശീലിച്ചു പോയോ അത് വിളിക്കാനുള്ള കാര്യം നമുക്കുള്ളൂ, അല്ലെങ്കിൽ അത് വിളിക്കാനുള്ള ചാൻസേ നമുക്കുള്ളൂ. അപ്പൊ അതിന് ഗൾഫ് ഓഫ് അലാസ്ക എന്നാ വിളിച്ചത്. അപ്പൊ ഡെഫിനിഷൻ എപ്പോഴും ഞാൻ പറയുന്ന പോലെ നാരോ എൻട്രൻസ് വൈഡർ എൻട്രൻസ് എന്ന് പറയാൻ പറ്റത്തില്ല. ചിലപ്പം ഇങ്ങനെയുള്ള കേസുകൾ. വേറെ എക്സാമ്പിളാ, ഇവിടെ നിങ്ങൾ ഇത്ര വൈഡ് ആയിട്ട് എടുക്കണുണ്ടോ? ഈ ഭാഗത്ത് നമ്മൾ ഗൾഫ് ഓഫ് ഗിനിയ എന്നൊക്കെ വിളിക്കാറുണ്ട്. ഗൾഫ് ഓഫ് ഗിനിയ. ഇങ്ങനെ കുറെ എക്സാമ്പിൾ നമുക്ക് പറയാൻ പറ്റും. ഇപ്പൊ ഗൾഫ് എന്താണെന്നൊരു ഐഡിയ കിട്ടിയില്ലേ? വേറെ കുറെ എക്സാമ്പിൾ ഞാൻ സൂം ചെയ്ത് കാണിച്ചു തരാടാ. ഓക്കെ, ഇനി 1-2 പേരെ പറയാനുണ്ട്. കടല് പറയാനുണ്ട്. പിന്നെ ഏതാ പറയാനുള്ളത്? കരയിടുക്കം പറയാനുണ്ട്. ഇത്രയും പേരാണ് പറയാനുള്ളത്. അപ്പൊ കടലും കരയിടുക്കം ഞാൻ കാണിച്ചു തരാം. അതിനു മുമ്പ് നിങ്ങൾ ഈ സ്ട്രെയിറ്റും കുറച്ച് ഗൾഫുകളും എക്സാമ്പിൾ ഒന്ന് കാണുക. അത് നമ്മളൊന്ന് കണ്ടിട്ട് ഞാൻ കരയും കടലൊക്കെ കുറച്ച് പേരുകളൊക്കെ ഒന്ന് എഴുതി എക്സാമ്പിളും കാണിച്ചു തരാം. നോക്കാം നമുക്ക്. ആദ്യം കുറച്ച് ഗൾഫാണ്. ഇപ്പൊ നമ്മൾ പഠിച്ചില്ലേ ഗൾഫ്. ഇപ്പൊ ഗൾഫുകൾ നോക്കിക്കോ. ഗൾഫ് ഓഫ് ഏഡൻ നമ്മൾ പഠിച്ച് കുറച്ച് സൂം ചെയ്ത് ഇവിടെ കാണിച്ചിട്ടുണ്ട് മക്കളെ. അപ്പൊ ഈ കയറി കിടക്കുന്ന ഈ ഭാഗമാണ് നമ്മുടെ അറബിക്കടലിന്റെ ഇങ്ങനെ കയറിയിട്ട് ഈ കിടക്കുന്ന ഭാഗത്തെയാണ് നമ്മൾ ഗൾഫ് ഓഫ് ഏഡൻ എന്ന് വിളിക്കുക. അത് കഴിഞ്ഞ് നമ്മൾ സ്ട്രൈറ്റ് പഠിച്ചായിരുന്നു. ആ സ്ട്രൈറ്റ് ഇവിടെ എഴുതി വെച്ചേക്കുന്നുണ്ടോ? ബാബൽ മാൻദേബ് എന്ന് പറഞ്ഞത്. ബാബൽ മാൻദേബ് സ്ട്രൈറ്റ് ആണ് ഈ കാണുന്നത്. അതിന്റെ ഇപ്പുറം റെഡ് സീ എന്ന് പറയുന്നതാണ്. പിന്നെ ഗൾഫ് ഓഫ് മെക്സിക്കോ രണ്ടാമത് നോക്കി, ഏറ്റവും വലിയ ഗൾഫാന്നൊക്കെ പറഞ്ഞ് നമ്മൾ കണ്ടാണ്. അപ്പൊ ഇതുണ്ടോ? ഇതിനകത്തേക്കുള്ള ഒരു എൻട്രൻസ് എന്ന് പറഞ്ഞ സ്ട്രൈറ്റ് ആണ് നമുക്ക് പറയാലോ. ഫ്ലോറിഡ സ്ട്രൈറ്റ് വഴിയൊക്കെ കയറാം. ഇവിടെ അല്ലെങ്കിൽ യുക്കട്ടാൻ ചാനൽ വഴിയൊക്കെ ഇങ്ങോട്ട് കയറാം. ഓക്കെ, ഈ കാണുന്നതാണ് ഗൾഫ് ഓഫ് മെക്സിക്കോ.
ഇനി ഗൾഫ് ഓഫ് ഒമാൻ പറഞ്ഞു. ഇത് നമ്മുടെ അറേബ്യൻ പെനിൻസുലയാണല്ലോ, സൗദി അറേബ്യ ഒക്കെ ഉള്ള. ഇതിന്റെ മേളിലുള്ള ഈ ഭാഗത്തെ നമുക്ക് ഗൾഫ് ഓഫ് ഒമാൻ എന്ന് വിളിക്കാം. അപ്പൊ ഇത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ടുള്ളത് പേർഷ്യൻ ഗൾഫ് ആണ്. രണ്ടുപേരെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ആരുണ്ട്? സ്ട്രൈറ്റ് ഓഫ് ഹോർമുസ് ഉണ്ട്. ഹോർമുസ് സ്ട്രൈറ്റ് അവിടെ നമുക്ക് പറയാൻ പറ്റും. അപ്പൊ 3 എക്സാമ്പിൾ നമ്മൾ ഇവിടെ ഗൾഫിന് കണ്ടു. ഐഡിയ എന്താണെന്ന് മനസ്സിലായിട്ടുണ്ട്. ഓക്കെ, കരയിലേക്ക് കയറി കിടക്കുന്ന അത്യാവശ്യം ഇടുങ്ങിയ എൻട്രൻസ് ഉള്ള ഒരു ഭാഗം, ഏറെക്കുറെ ആയിട്ടേ പറയാൻ പറ്റത്തുള്ളൂ. ഇനി നമ്മൾ സ്ട്രൈറ്റുകൾക്ക് എക്സാമ്പിൾ പോകണം. കുറെ സ്ട്രൈറ്റുകൾ ഉണ്ട്. ഒരു 4-5 എക്സാമ്പിൾ നമുക്ക് നോക്കാം. എടാ ഒന്ന് കണ്ടോ, ഈ കാണുന്ന ഭാഗം അലാസ്കയാണ്, ഇതിനിപ്പറെ റഷ്യ. അതായത് നമ്മുടെ മാപ്പിന്റെ ഏറ്റവും ലെഫ്റ്റ് സൈഡും ഏറ്റവും റൈറ്റ് സൈഡും കൂടെ ഉരുണ്ട് ഇങ്ങനെ കൂട്ടിമുട്ടുമല്ലോ, ആ ഭാഗമാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇവിടെ 2 പേരെ കണക്ട് ചെയ്യുകയാണ്, 2 ഓഷ്യനെ കണക്ട് ചെയ്യുകയാണെങ്കിൽ പേര് ഇവിടെ എഴുതി വെച്ചിട്ട് നോക്കിക്കേ. ആർട്ടിക് ഓഷ്യൻ ഉണ്ട്, പിന്നെ താഴെയുള്ള ഈ ഭാഗത്തെ നമുക്ക് എന്തെന്ന് വിളിക്കാം? പസഫിക് ഓഷ്യൻ എന്ന് വിളിക്കാം. അപ്പൊ പസഫിക് സമുദ്രത്തെയും ആർട്ടിക് സമുദ്രത്തെയും പരസ്പരം കണക്ട് ചെയ്യുന്ന ആ സ്ട്രെയിറ്റ് അല്ലെങ്കിൽ കടലിടുക്ക് ഏതാന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരമാണ് ബെറിംഗ് സ്ട്രെയിറ്റ്. അപ്പൊ ഇത് 2 സമുദ്രത്തെ ബന്ധിപ്പിക്കുകയാണെന്നും പറയാം, വേണമെങ്കിൽ 2 സീയെ ബന്ധിപ്പിക്കുകയാണെന്ന് നമുക്ക് പറയത്തില്ലേ. ഈ ഭാഗത്തുള്ള സീയെ നമ്മൾ വിളിക്കുന്നത് ബെറിംഗ് സീ എന്നാണ്, ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് ബെറിംഗ് സീ. മേളിലുള്ളവര് ചുക്ചി സീ എന്നാണ് വിളിക്കുന്നത്. അപ്പൊ ചുക്ചി സീയെയും ബെറിംഗ് സീയെയും കണക്ട് ചെയ്യുന്ന ഏതാന്ന് ചോദിച്ചാൽ എന്ത് നമുക്ക് പറയാം? ബെറിംഗ് സ്ട്രെയിറ്റ് ആന്ന് പറയാം. ഇത് ആരെയൊക്കെ വേർതിരിക്കുന്നു എന്ന് ചോദിച്ചാൽ എങ്ങനെ പറയാടാ? റഷ്യയെ വേർതിരിക്കുന്നു, അതുപോലെ അലാസ്കയും വേർതിരിക്കുന്നു, അല്ലെങ്കിൽ റഷ്യയെയും നോർത്ത് അമേരിക്കയും വേർതിരിക്കുന്നു, അങ്ങനെയൊക്കെ നമുക്ക് പറയാൻ പറ്റും. അപ്പൊ ഒന്ന് മനസ്സിലായല്ലോ. ഇനി രണ്ടാമത്തെ ബോസ്ഫറസ് സ്ട്രെയിറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരെണ്ണം പറഞ്ഞിട്ടുണ്ട്. ഇതാണ് ഏറ്റവും ഇടുങ്ങിയെന്ന് പറഞ്ഞത്. ആ ഇടുങ്ങിയ പാത്താ നിങ്ങൾ ഈ കാണുന്നത്, കണ്ടോ? തീർത്തും ഇടുങ്ങിയതല്ല ഈ പാത്ത്. ഇത് ശരിക്കും തുർക്കിയൊക്കെ വേർതിരിച്ച് തുർക്കിയുടെ ഒരു ഭാഗത്തെ തുർക്കിയെ മുറിച്ചുകൊണ്ട് പോരുന്ന, തുർക്കിയുടെ ഒരു ഭാഗം യൂറോപ്പിന്റെയും തുർക്കിയുടെ ഒരു ഭാഗം ഏഷ്യയുടെ ആയിത്തീരുന്നത് ഈ പറയുന്ന ബോസ്ഫറസ് സ്ട്രെയിറ്റ് വഴിയാണെന്ന് പറയാം. അപ്പൊ സീ ഓഫ് മർമര എന്ന് പറയുന്നത് വേറൊരു വലിയ സീയുടെ ഭാഗമാണ്. ആ സീയുടെ പേരെന്താ? മെഡിറ്ററേനിയൻ. അത് മെഡിറ്ററേനിയൻ ആണ്. അതിനെയും ബ്ലാക്ക് സീയെയും തമ്മിൽ പരസ്പരം ബന്ധിപ്പിക്കുന്ന ആളാണ് ആര്? ബോസ്ഫറസ് സ്ട്രെയിറ്റ്. നാരോവസ്റ്റ് സ്ട്രെയിറ്റ് ഇൻ ദ വേൾഡ്, നാരോവസ്റ്റ് നാവിഗബിൾ സ്ട്രെയിറ്റ് എന്നറിയപ്പെടുന്നതാണ് ബോസ്ഫറസ് സ്ട്രെയിറ്റ്. ഇനി വീതി കൂടിയ ആളാണ് ഇവിടെ പറയുന്ന അടുത്തത് ഡേവിസ് സ്ട്രെയിറ്റ്. വീതി കൂടിയ ആളാണ് ഈ പറയുന്ന ഡേവിസ് സ്ട്രെയിറ്റ്. നമ്മൾ പറഞ്ഞായിരുന്നല്ലോ. ഇത് വേണമെങ്കിൽ ബഫിൻ ബേയെ കണക്ട് ചെയ്യുന്നു. ആരുമായിട്ടാ? താഴെയുള്ള സീയെ വിളിക്കുന്ന പേര് ലാബ്രഡോർ സീ എന്നാണ്. അപ്പൊ ലാബ്രഡോർ സീ ആരെ കണക്ട് ചെയ്യുന്നു? ലാബ്രഡോർ സീയും ഇവിടെയുള്ള ബേയെ നമ്മൾ വിളിക്കുന്നത് ബഫിൻ ബേ എന്നാണ്. ബഫിൻ. അപ്പൊ ബഫിൻ ബേയെ ബഫിനെ കണക്ട് ചെയ്യുന്നത്, ലാബ്രഡോർ സീയെ കണക്ട് ചെയ്യുന്നത് ഡേവിസ് സ്ട്രെയിറ്റ് ആണെന്ന് പറയാം. അല്ലെ മേളിൽ ആർട്ടിക് ഓഷ്യൻ ഉണ്ട്, ആർട്ടിക്കിനെയും അറ്റ്ലാന്റിക്കിനെയും കണക്ട് ചെയ്യുന്നതെന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. വേറെ സ്ട്രെയിറ്റിന് എക്സാമ്പിൾ ഇവിടെ ഡെൻമാർക്ക് സ്ട്രെയിറ്റ് കാണിച്ചിട്ടുണ്ട്. ഇത് ഐസ്ലൻഡിനെയും പിന്നെ ആരെയാ? ഗ്രീൻലൻഡിനെയും വേർതിരിക്കുന്നു. നമുക്ക് വേണമെങ്കിൽ നോക്കാം. വേറെ എക്സാമ്പിൾ നോക്കിക്കോ. സ്ട്രെയിറ്റ് ഓഫ് മലാക്ക ഞാൻ ആദ്യം വരച്ച തന്നെ ഒന്ന് കാണിച്ചേക്കാണ്. ഇവിടെ മലേഷ്യയെയും ആരെയൊക്കെ വേർതിരിക്കുന്നു നമുക്ക് പറയാം? മലേഷ്യയും താഴെ നമ്മുടെ സുമാത്രയുണ്ട്. സുമാത്ര എന്തിന്റെ ഭാഗമാണ്? സുമാത്ര ഇന്തോനേഷ്യയുടെ ഭാഗം. അപ്പൊ ഇന്തോനേഷ്യയും മലേഷ്യയും വേർതിരിക്കുന്നു. ആരെയൊക്കെ കണക്ട് ചെയ്യുന്നു എന്ന് പറയാം? ആൻഡമാൻ സീയെയും ആൻഡമാനെയും ഇപ്പറയുള്ള ആരടാ? സൗത്ത് ചൈന സീ. ഇവരെ പരസ്പരം ബന്ധിപ്പിക്കുകയാണെന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. ഓക്കെ, അടുത്ത് നമ്മളിവിടെ ബാബൽ മാന്ദേവ് പറഞ്ഞു, വീണ്ടും ഞാൻ പറയുന്നില്ല. ഇത് ആരെയൊക്കെ കണക്ട് ചെയ്യുന്ന ചോദിച്ചാൽ ഗൾഫ് ഓഫ് എയ്ദനും റെഡ് സീയെയും. ആരെയൊക്കെ വേർതിരിക്കാന്ന് ചോദിച്ചാൽ അറേബ്യൻ പെനിൻസുലയും താഴെ ആരടാ? ആഫ്രിക്കയും വേർതിരിക്കുക എന്ന് പറയാം. പാക് സ്ട്രെയിറ്റിന്റെ ഇതിൽ ക്ലോസ് ആയിട്ടുള്ളൊരു ഭാഗമാണ് കാണിച്ചിരിക്കുന്നത്. നോക്കി കണക്ട് ചെയ്യുന്ന ആൾക്കാർ ആരൊക്കെ? ഇവിടെ ബേ ഓഫ് ബംഗാൾ ഉണ്ട്, ഇവിടെ നമ്മുടെ അറബിക്കടൽ ഉണ്ട്, അറേബ്യൻ സീ ഉണ്ട്, അല്ലെങ്കിൽ ഗൾഫ് ഓഫ് മാന്നാർ എന്ന് പറയുന്ന ഭാഗമാണ് എന്ന് പറയാം. ഗൾഫ് ഓഫ് മാന്നാർ കേട്ടിട്ടുണ്ടാവും. മാന്നാർ കണ്ടത് ഇങ്ങനെ കയറി കിടക്കുന്ന ഒരു ഭാഗം, കരയിലേക്ക് കയറി കിടക്കുന്ന കടലിന്റെ ഭാഗം, ഗൾഫ് ഓഫ് മാന്നാർ എക്സാമ്പിൾ. ഗൾഫ് ഓഫ് മാന്നാറിനെയും പിന്നെ ഈ ഭാഗത്തെ പാക് ബേ എന്നൊക്കെ വിളിക്കാറുണ്ട്. അത് പോട്ടെ, വിളിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. ബേ ഓഫ് ബംഗാളിനെയും കണക്ട് ചെയ്യുന്നതാണ് ശരിക്കും പറഞ്ഞാൽ ഈ ചാനൽ എന്ന് പറഞ്ഞ പാക് സ്ട്രെയിറ്റ് എന്ന് പറയുന്നത്. ഓർത്തിരിക്കുക കേട്ടോ. അപ്പൊ ഇവിടെ ഒരു കടലെടുക്ക് പഠിച്ചു. 6 എക്സാമ്പിൾ ആയല്ലോ. ഇനി ആ കാര്യത്തിൽ സംശയമൊന്നും ഇല്ല എന്ന് കരുതുന്നു. മുമ്പോട്ട് പോവാം. ഇനി കുറച്ച് 2 ആൾക്കാരെ പറയാനുള്ള. എൻ്റെ ഒരാളെ കാണിച്ചു തരാം. ഞാൻ ഇവിടെ ഒന്ന് വട്ടം വരച്ചിട്ടുണ്ട്. ഇയാളുടെ പേരെന്ന് പറഞ്ഞാൽ നിങ്ങൾ നോക്കിക്കോ. ഇത് കണക്ട് ചെയ്യുന്ന ശരിക്കും 2 ലാൻഡ് മാസിനെയാണ്. ഒന്ന് നോർത്ത് അമേരിക്കയും സൗത്ത് അമേരിക്കയും കണക്ട് ചെയ്യുന്നത് നമുക്ക് പറയാം. നോർത്ത് അമേരിക്കയും സൗത്ത് അമേരിക്കയും ചെറിയൊരു കണക്ഷൻ ഉണ്ട്. അതിന്റെ ഏറ്റവും വീതി കുറഞ്ഞ ഭാഗത്തെ, അതായത് 2 വലിയ കരഭാഗങ്ങളെ ബന്ധിപ്പിക്കുന്ന ഇടുങ്ങിയ കരഭാഗത്തെ വിളിക്കുന്ന പേര് എന്തെന്നാ? കരയിടുക്ക്, ഇസ്തുമസ് എന്ന് പറഞ്ഞായിരുന്നു. അതിന് എക്സാമ്പിൾ ആണ് ഈ കാണുന്നത്
ഇങ്ങനെയുള്ള സ്ഥലത്ത് ഒരു കനാലൊക്കെ ഉണ്ടെന്ന് ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവും. അതിന്റെ പേര് പനാമ എന്നാണ്. അപ്പൊ പനാമ എന്ന് പറയുന്ന രാജ്യത്താണ് ഈ രണ്ട് ഭൂഖണ്ഡങ്ങൾക്കിടയിൽ ഏറ്റവും വീതി കുറവ് വരുന്നത്. അപ്പൊ പനാമ കനാല് അതുകൊണ്ടാണ് അവിടെ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പൊ ഇതെന്ത് നമുക്ക് പറയാം, രണ്ട് ഭൂഖണ്ഡങ്ങളെ ബന്ധിപ്പിക്കുന്നു, നോർത്ത് അമേരിക്കയും സൗത്ത് അമേരിക്കയും ബന്ധിപ്പിക്കുന്ന ഒരു കരയിടുക്കാണ് പനാമ എന്ന് പറയാം. ആരേക്ക് വേർതിരിക്കുന്നു? അറ്റ്ലാന്റിക് സമുദ്രത്തെയും ഇല്ല ഇവിടുത്തെ അറ്റ്ലാന്റിക്കിനെയും ഇവിടുത്തെ പസഫിക്കിനെയും വേർതിരിക്കുന്ന ആളാണെന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ ഒരു എന്താ പറഞ്ഞ വേണമെങ്കിൽ പറയാന്ന് പറയുന്ന രീതിയിൽ വിസ്തമസ് പറയാറുണ്ട്. അത് നമ്മുടെ ശ്രീലങ്കയും ഇന്ത്യയും കണക്ട് ചെയ്യുന്ന ആദംസ് ബ്രിഡ്ജ് എന്ന് പറയത്തില്ലേ, രാമസേതു, ആദംസ് ബ്രിഡ്ജ് എന്ന് പറഞ്ഞ സംഭവമാണ്. അപ്പൊ അത് ശരിക്കും കറക്റ്റ് കണക്ഷൻ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്, ഇല്ലെന്ന് ചോദിച്ചാൽ ഇല്ല. അപ്പൊ പ്രോപ്പർ എന്ന് പറയാൻ പറ്റത്തില്ല. രാമസേതു വേണമെങ്കിൽ ഒരു എക്സാമ്പിൾ ആയിട്ട് പറയാം, ഇസ്മസ്. ഇനി നിങ്ങൾ കുറച്ച് കടൽ പറ, അവിടെ ഇവിടെയൊക്കെയുള്ള കുറച്ച് കടൽ നമുക്ക് ചുമ്മാ ഒന്ന് മാപ്പ് ചെയ്ത് പോവാം. ഒന്ന് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് അറേബ്യൻ സീ. ഇപ്പുറത്തെ കടല് ബേ ഓഫ് ബംഗാൾ എന്ന് പറഞ്ഞു. എടാ മക്കളെ, നമ്മൾ ഈ ബേ ഓഫ് ബംഗാൾ അല്ലെ ബേ എന്ന് പറയുന്നതും ഗൾഫ് എന്ന് പറയുന്നതൊക്കെ ഒരു കടലായിട്ട് തന്നെയാട്ടോ പരിഗണിക്കുക. ഇനി വേറെ പ്രോപ്പർ കടലൊക്കെ ആയിട്ട് അറിയപ്പെടുന്ന ആൾക്കാർ പറയുകയാണെങ്കിൽ ഇവിടെ നമ്മുടെ റെഡ് സീ ഉണ്ട്, ഇവിടെ റെഡ് സീ ഉണ്ട്. പിന്നെ നമുക്ക് ഏതൊക്കെ പറയാം, ഈ ബേ ഓഫ് ബംഗാളിന്റെ റൈറ്റ് സൈഡിലുള്ള ആളെ നമ്മൾ വിളിക്കുക ആൻഡമാൻ സീ എന്നാണ്. ആൻഡമാൻ സീ. മലാക്ക സ്ട്രൈറ്റ് പറഞ്ഞപ്പോൾ ഞാനൊന്ന് പറഞ്ഞായിരുന്നു, ആൻഡമാൻ പറയാം. ഇവിടെ സൗത്ത് ചൈന സീ ഉണ്ട്, സൗത്ത് ചൈന സീ. ഈ സൗത്ത് ചൈന സീ കുറെ ഡിസ്പ്യൂട്ട് ഉള്ള മേഖല, ചൈനയായിട്ട് ഇവിടെയുള്ള മിക്ക രാജ്യങ്ങളും അടി ഉണ്ടാക്കുന്ന കേസാണ്. ഇപ്പുറം ഫിലിപ്പൈൻസ് എന്ന് പറഞ്ഞ രാജ്യമൊക്കെ ഇവിടെ. അപ്പോൾ ഇവിടെ ഫിലിപ്പൈൻ സീ എന്ന് പറഞ്ഞ സീ ഉണ്ട്. ഈ സൗത്ത് ചൈന സീയും ഫിലിപ്പൈൻ സീയും ഏറെക്കുറെ അങ്ങോട്ടും ഇങ്ങോട്ടും കുറെ തർക്കമൊക്കെ ഉള്ള കേസാണ്. അപ്പൊ ഏറ്റവും വലിയ സീ ഏതാന്ന് ചോദിച്ചിട്ട് ഇതിന്റെ ഓപ്ഷനിൽ ഫിലിപ്പൈൻ സീയെ ഉള്ളെങ്കിൽ ഫിലിപ്പൈൻ സീ എഴുതുക, സൗത്ത് ചൈന സീ ആണുള്ളതെങ്കിൽ സൗത്ത് ചൈന സീ എഴുതുക. ഇനി രണ്ടും ഉണ്ടെങ്കിൽ സൗത്ത് ചൈന സീ വേണമെങ്കിൽ എഴുതിക്കും, ശരിയാവും. ശരിക്കും പറഞ്ഞാൽ ഫിലിപ്പൈൻ സീ ആണ് അതിന്റെ ഉത്തരം. പക്ഷെ കുറെ ഇടത്തും പ്രിഫർ ചെയ്യുന്നത് സൗത്ത് ചൈന സീ ആണ്. അപ്പൊ ഏറ്റവും വലിയ കടലായിട്ട് സൗത്ത് ചൈന സീ പരിഗണിക്കുക. ഏറ്റവും വലിയ ഉൾക്കടൽ ഏതാണ് പഠിച്ച? ഉൾക്കടൽ. അപ്പൊ ഉൾക്കടലിന്റെ മലയാളം അല്ല ഇംഗ്ലീഷ് ആലോചിച്ചുള്ള ബേ എന്നാണ്. അപ്പൊ എന്ത് ചേർത്തിട്ട് നമ്മൾ ബേ പഠിച്ചത്? ഹഡ്സൺ ബേ. അത് ഏറ്റവും വലിയ ഉൾക്കടലാണ് നമ്മൾ പഠിച്ചായിരുന്നു. ഏറ്റവും വലിയ ഗൾഫ് എന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരം ഗൾഫ് ഓഫ് മെക്സിക്കോ ആണ്. ഏറ്റവും വലിയ ഗൾഫ് ഇവിടെ മെക്സിക്കോ നമുക്ക് പറയാൻ പറ്റും, ഗൾഫ് ഓഫ് മെക്സിക്കോ. പിന്നെ വീതിയേറിയ സ്ട്രെയിറ്റ് നമ്മൾ പഠിച്ചായിരുന്നു, അത് ഡേവിസ് ആണ്. ഡേവിസ് എവിടെയാണ്? ഞാൻ ചെയ്യുന്ന ഈ ഭാഗത്ത്. പിന്നെ വേറെ നമ്മൾ വീതി കുറഞ്ഞ ആൾക്കാരെ പഠിച്ചായിരുന്നു, ബോസ്ഫറസ് പറഞ്ഞായിരുന്നു, ബോസ്ഫറസ് ഇവിടെ. അപ്പൊ അങ്ങനെ കുറെ എക്സാമ്പിൾ പഠിച്ചു. അപ്പൊ സീ അറേബ്യൻ സീ പറയാം, പിന്നെ ആൻഡമാൻ സീ പറയാം, പിന്നെ വേറെ ഏതാ സീ ഒക്കെ? ഈ കാണുന്ന ഭാഗം നോർവേ ആണ്. ഈ നോർവേയുടെ ഇവിടെ നോർവീജിയൻ സീ നമുക്ക് പറയാൻ പറ്റും. ഇത് നോർവീജിയൻ എന്ന് പറഞ്ഞ ഭാഗമാണ്, നോർവീജിയൻ സീ അവിടെ ഉണ്ട്. അപ്പൊ നോർവേയുടെ മേളിൽ നോർവീജിയൻ സീ ഉണ്ട്. ഇവിടെ നമ്മുടെ സ്കാൻഡിനേവിയയുടെ താഴെ ഇവിടെ ബാൾട്ടിക് സീ ഉണ്ട്. ബാൾട്ടിക് രാജ്യങ്ങൾ എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ടാവും. അതിനൊക്കെ ബാൾട്ടിക് സീ എന്ന് പറഞ്ഞ സീ ഇവിടെ ഉണ്ട്. പിന്നെ പോരട്ടെ, ഈ കാണുന്ന ജപ്പാൻ ആന്ന് പറഞ്ഞു റൈറ്റ് സൈഡിൽ. ജപ്പാന്റെ ഈ ലെഫ്റ്റ് സൈഡിലായിട്ട് ജപ്പാൻ സീ എന്ന് പറയുന്ന സീ ഉണ്ട്. ജപ്പാൻ സീ എക്സാമ്പിൾ പറയാം. പിന്നെ ഉണ്ടല്ലോ ഇഷ്ടം പോലെ ആൾക്കാർ പറയും, ഇഷ്ടം പോലെ എക്സാമ്പിൾ. ഇവിടെ കരീബിയൻ എന്ന് പറഞ്ഞില്ലേ, കരീബിയൻ സീ, കരീബിയൻ കടൽ എന്ന് പറഞ്ഞ ഒരു എക്സാമ്പിൾ ആയിട്ട് പറയാം. ഞാൻ ആദ്യം പറഞ്ഞായിരുന്നു ഈ ഭാഗത്താണ് നമ്മുടെ കരയുമായിട്ട് ബന്ധമില്ലാത്ത കടലുള്ളത്. അതിന്റെ പേര് സർഗാസോ. അപ്പൊ സർഗാസോ കടൽ ഇവിടെ ഉണ്ട്. നോർത്ത് അറ്റ്ലാന്റിക്കിന്റെ ഭാഗമായിട്ട് നമുക്ക് സർഗാസോ കടൽ പറയാൻ പറ്റും. ഇതൊക്കെ എക്സാമ്പിൾ ആണ്, ഇഷ്ടംപോലെ എക്സാമ്പിൾ പറയാം ഇവിടെ. അപ്പൊ കുറച്ച് കടലിന്റെ പേര് നിങ്ങൾ പഠിച്ചല്ലോ, കുഴപ്പമുണ്ടാവില്ല. കുറച്ച് കടലൊന്നും ഓർത്തിരുന്നൂല. അപ്പൊ ഇങ്ങനെ എല്ലാം ഒന്നും കാണാപ്പാടം പഠിക്കണം എന്നല്ല പറയുന്നത്. കുറെ ആൾക്കാർ എവിടെയാണെന്ന് മാപ്പിൽ ഒരു ബോധം ഉണ്ടാവണം. ചിലപ്പോൾ ചില കടൽ ഏത് സമുദ്രത്തിലാണ്, ഈ ബേ എവിടെയാണ്, ഈ ഗൾഫ് എവിടെയാണ്, ഈ സ്ട്രെയിറ്റ് എവിടെയാണ്, ഇത് ആരെയൊക്കെ ബന്ധിപ്പിക്കുന്നു, ഇത് ആരെയൊക്കെ വേർതിരിക്കുന്നു, അങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. മനസ്സിലാക്കിക്കോളൂടെ. കടലൊക്കെ ഇഷ്ടംപോലെ ഉണ്ട്, പറഞ്ഞാൽ തീരത്തില്ല. ഇതിന്റെ മേളില് ഇതുണ്ട്, ഇവിടെ ബെറൻസ് എന്ന് പറഞ്ഞ സീ ഉണ്ട്, ബെറൻ സീ. ഇതിന്റെ ഇപ്പറ കാരാസി ഉണ്ട്, കാരാസി. പിന്നെ ഇവിടെ ലെപ്റ്റേവ് എന്ന് പറഞ്ഞ സീ ഉണ്ട്, ലെപ്റ്റേവ്. ഇതൊക്കെ റഷ്യയുടെ മേളില് ആർട്ടിക്കിന്റെ ഭാഗത്തുള്ളതാണ് കേട്ടോ. പിന്നെ ഈ ഭാഗത്ത് ഒരു പട്ടിയുടെ പേരൊക്കെ വെച്ചിട്ട് സീ പറഞ്ഞായിരുന്നു, നമ്മുടെ ഡേവിസ് സ്ട്രൈറ്റിന് താഴെയായിട്ട്. ഏതാടാ? ലാബ്രഡോർ. ഈ ഭാഗത്ത് ഫിഷിങ്ങിനൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു നായികയായിരുന്നു ശരിക്കും ലാബ്രഡോർ എന്ന് പറയുന്ന ബ്രീഡ്. അപ്പൊ ലാബ്രഡോർ സീ ഈ ഭാഗത്തുണ്ട്. ഇല്ല, ഇഷ്ടംപോലെ എക്സാമ്പിൾ നമുക്ക് പറയാം. അപ്പൊ ഏകദേശം ഈ പറഞ്ഞ കാര്യങ്ങളെ കുറിച്ചൊക്കെ ഒരു ഐഡിയ ആണെന്ന് തോന്നുന്നു. നിങ്ങൾ നോക്കുക, കുറെ എക്സാമ്പിൾ ഒക്കെ ഈ പറഞ്ഞ പോലെ നിങ്ങൾ തന്നെ ഒന്ന് മാപ്പ് നോക്കി കണ്ടുപിടിക്കാനായിട്ട് ശ്രമിക്കുക. ഇതൊരു ഗൾഫ് ആണല്ലോ, ഇതൊരു ബേ ആണല്ലോ, ഇതൊരു സമുദ്രമാണല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് മനസ്സിലായിക്കോളും. അപ്പോൾ ക്ലാസ് കുഴപ്പമില്ല, അത്യാവശ്യം ക്ലിക്ക് ചെയ്യുന്നതാണ് തോന്നുന്നത്. വീണ്ടും ഓഷ്യനുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ആയിട്ട് നമുക്ക് താമസിയാതെ കാണാം. അപ്പൊ അതുവരെ ബൈ.